ചെയ്യുകയാണ്. ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രതിസന്ധികൾ, പ്രത്യേകിച്ചും നമ്മുടെ അടുത്ത ബന്ധുക്കളും ഒക്കെ മരണപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളുണ്ട്. ആരാണ് കുളിപ്പിക്കുക, എന്താണ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും അതുമായി ബന്ധപ്പെട്ടും ഇസ്ലാമിൻ്റെതായ നയങ്ങളുണ്ട്. ഒരാൾ രോഗിയായി രോഗാവസ്ഥയിൽ അത് മരണത്തിലേക്കുള്ളൊരു അവസ്ഥയാണുള്ളത് എന്ന് നമുക്ക് അങ്ങനെ തോന്നുന്ന ഒരു ഘട്ടമുണ്ട് എങ്കിൽ ആ രോഗിയുടെ അടുത്ത് ചെന്ന് അവനെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും മാന്യമായ രൂപത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു എന്താണ് പറയുക, ഒരു യാത്രക്കൊരുങ്ങുവാൻ ആവശ്യമായ രൂപത്തിലുള്ള കാര്യങ്ങൾ വളരെ അദ്ദേഹത്തിന് ഉറപ്പാണ് ഞാൻ മരിക്കുന്നു. അങ്ങനത്തെ ഒരു ഘട്ടത്തിലെത്തിയ ഒരാളോട് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അവന് പ്രതീക്ഷ നൽകുന്ന രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കണം എന്നാണ് എന്തായിട്ടുള്ളത് കിതാബുകളിലൊക്കെ കാണുന്നത്. എന്നാൽ അവനാകെ ബേജാറാക്കി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാനും പാടില്ല. ഇങ്ങനെ ഒരാൾ ഏറ്റവും മരണാസന്നമായ ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ മരണവുമായി ബന്ധപ്പെട്ട് മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുഴുവനും ആ മരിച്ചയാൾക്കും നമുക്കും ഒരുപോലെ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ്. മരിച്ചയാൾക്കും പ്രതിഫലം കിട്ടും, നമുക്കും പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു നെയ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഒരു മരണാസന്നമായ രോഗിയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ തൊട്ടൊപ്പം ഇരുന്ന് അദ്ദേഹത്തിൻ്റെ തലയുടെ ഭാഗത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ കാതിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പതുക്കെ ചൊല്ലിക്കൊടുക്കുക. ഉറക്കനെ ചൊല്ലാൻ പാടില്ല. ഇപ്പോൾ പലപ്പോഴും നാട്ടിൽ കാണുന്ന രീതി എന്താ വെച്ചാണ്ട് ചെന്നിട്ട് ഉറക്കനടി ചൊല്ലിയിട്ട് ആകെ ആ വീട്ടിലും നാട്ടുകാരും ഒന്നായിട്ട് കേൾക്കുന്ന രൂപത്തിലാണ് കരിമ്പല്ലി കൊടുക്കുക. അതില്ല. അയാളുടെ കാതിൽ അയാൾക്കൊരു ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് എന്താക്കുന്നത്. കാരണം അവസാനത്തെ വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നായി കഴിഞ്ഞാൽ അള്ളാഹു അത് കബൂലാക്കി കഴിഞ്ഞാൽ അവന് സ്വർഗ്ഗമാണ് കിട്ടാനുള്ളത്. അപ്പം അവന് സ്വർഗം കിട്ടണമെന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും ആഗ്രഹമൊക്കെ നിലനിർത്തി സാവധാനം ഒരു പ്രയാസമുണ്ടാകാത്ത രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒറ്റ പ്രാവശ്യം ചൊല്ലിക്കൊടുക്കുക. അപ്പോൾ അവനെ ചൊല്ലിയാൽ എന്താക്കേണ്ട ആവശ്യമില്ല, മിണ്ടണ്ട, അവിടെ നിന്നോട്ടെ. ഇനി ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൂട് പറയേണ്ട ആവശ്യമില്ല. പിന്നീട് എന്തെങ്കിലും രൂപത്തിലുള്ള ഭൗതികമായ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ സംസാരങ്ങൾ സംസാരിക്കുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രം വീണ്ടും എന്താക്കുക, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ആകണം എന്നുള്ള നിലക്ക് വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊടുക്കുന്ന രീതിയാണ് ഉണ്ടാകേണ്ടത്. ഒരിക്കലും ബഹളമയമാകുന്ന ഒരവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. ഇതേ പ്രകാരം ഇവരെ വലതുഭാഗത്ത് നിന്നിട്ട് എന്താക്കുന്നു, കാതിൻ്റെ അടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാ ഇങ്ങനെ ഇത്ര മതി, എന്താക്കേണ്ട ആവശ്യമില്ല. ഒന്നായിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മരിച്ചു എന്ന് വിചാരിക്കുക. മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെയാണ് കിടക്കുക. അപ്പോൾ കണ്ണ് തുറന്നിട്ടായിരിക്കും ഉണ്ടാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കണ്ണുകൾ അവൻ്റെ റൂഹിനെ പിന്തുടരുമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി വേണമെങ്കിൽ തലമല വെക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ മുണ്ടെടുത്തോളൂ അടിയുള്ള. നമുക്ക് മരിച്ചാക്കും വെച്ചു കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ രൂപത്തിൽ എന്താണ്, അപ്പോൾ നമ്മൾ നമ്മുടെ വലത് കൈ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണെന്താക്കാണ് ഇങ്ങനെ തടവിക്കൊണ്ട് അടക്കും. ആ അടക്കണ സമയത്ത് അല്ലാഹു മഗ്ഫിർലി പറഞ്ഞിട്ട് ഫുലാൻ, അദ്ദേഹത്തിൻ്റെ പേരെന്താ വെച്ചാൽ പേര് പറഞ്ഞു മുഹമ്മദ് വർഫ ദറജതുഹു ഫിൽ മഹ്ദിയീൻ എന്ന് പറഞ്ഞ അല്ലാഹു മഗ്ഫിർലി അബി സലമത്ത എന്ന് പറഞ്ഞ് നബി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. അബൂ സലമക്ക് വേണ്ടി പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന നമ്മൾ എന്താക്കുന്നു, പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സന്ധികൾക്ക് നമ്മൾ ഒതുക്കം കൊടുക്കണം. അപ്പോൾ ഒന്നിങ്ങനെ കൈ കൊണ്ട് പിടിച്ചിട്ട് എന്താക്കുന്നു, കൈ ഒന്നിങ്ങനെ നന്നാക്കി ഇളക്കി കുറച്ച് നേരം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. വല്ലാതെ എന്താക്കരുത്, ജീവനുള്ളൊരു മനുഷ്യൻ്റെ കൈ നമ്മൾ എങ്ങനെയാണോ ഇളക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഇളക്കി കൊടുക്കുക, അങ്ങനെ തന്നെ. ഇത് മരിച്ചിക്കണല്ലോ, റൂഹ് പോയിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താക്കരുത്, ഇടങ്ങാറാക്കരുത്. അപ്പോൾ അതങ്ങനെ ഈ കൈ അങ്ങനെ ഇളക്കി കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ കൈയും, ഇപ്പോൾ വലത്തെ കൈയും ഇടത്തെ കൈയൊക്കെ നമ്മൾ നന്നാക്കി ഇളക്കി കൊടുക്കുക. ഇനി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ പിന്നെ ഇളക്കി കൊടുക്കേണ്ട ഭാഗം നമ്മുടെ കാലാണ്. ഒന്ന് കാലും എന്താക്കുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിപ്പിക്കുന്ന സമയത്തും കഫൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എന്താക്കേണ്ടി വരും, ഒന്ന് ഒതുങ്ങി കിട്ടണമെങ്കിൽ ശരീരം നമ്മളിത് മരിച്ച രൂപത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ എന്താവും, അണ്ട് വിറങ്ങലിച്ചു പോകുന്ന ഒരവസ്ഥ വരും. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ എന്താക്കുന്നു, നന്നായി ഇതൊന്ന് ഇതാക്കി കൊടുക്കും.
പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വസ്ത്രം എടുത്തിട്ട് എന്താക്കണം, ഒരു വലിയ ശിര ഉണ്ടെങ്കിൽ ഉണ്ടാ, അതല്ലാത്ത അത് വേണ്ട. അപ്പൊ ഒറ്റ വസ്ത്രം എടുത്തിട്ട് സ്വാഭാവികമായിട്ട് എന്താക്കുക, ഒന്നിച്ച് മൂടുക, അത്ര ഉദ്ദേശമുള്ളൂ. അപ്പൊ അതെന്താക്കുക, ഒന്നിച്ചാണ് മൂടുക. ഒന്നിച്ചു മൂടാന്നുള്ളതാണ് ഉള്ളത്. അപ്പൊ മരിച്ചു കിടക്കുന്ന സമയത്തുള്ള എന്താണ്, വസ്ത്രം അഴിച്ചു മാറ്റേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു ചർച്ച ഉണ്ടാവും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നജിസും കാര്യങ്ങളൊന്നും ഇല്ല വസ്ത്രത്തിലെങ്കിൽ കുളിപ്പിക്കാൻ സമയത്ത് എന്താക്കിയാൽ മതി, ഊരിയാൽ മതി. അതല്ല നജസും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ എന്താക്കുക, ഊരുക. പിന്നെ മാത്രമല്ല, മരിച്ച ഉടനെ തന്നെ പെട്ടെന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. പെട്ടെന്ന് തന്നെ എന്താക്കും ചെയ്യാം, മറവുകയും ചെയ്യാം. അത് കഴിഞ്ഞപ്പോൾ ഒരു നാട്ടില്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നല്ല മരിച്ചു, വിദേശത്താണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ തന്നെ മറവ് ചെയ്യാനുള്ള അനുമതി ഇവിടുന്ന് പെട്ടെന്ന് കൊടുക്കലാണ് നല്ലത്. ഒരു മയ്യത്തിനിട്ടക്കാണ്ട് നമ്മൾ എന്താക്കേണ്ടതില്ല, ഇടങ്ങാറാക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരാൾ മരിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ എന്താക്കണം, മറവ് ചെയ്യണം എന്നാണ്. അയാൾ സ്വർഗാവകാശിയാണെങ്കിൽ നമ്മൾ വെറുതെ ഇവിടെ ഇട്ടിട്ട് എന്താക്കണ്ട, അദ്ദേഹത്തിന്റെ പ്രതിഫലത്തെ തടയേണ്ട. അല്ല, നരകാവകാശിയാണെങ്കിൽ ആ പാപഭാരം എന്തിനാ നമ്മുടെ പെരടിയിൽ നമ്മൾ വെക്കുന്നത്, വേഗം ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്ത് പറഞ്ഞത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളിത് ചെയ്യാം. രണ്ടാമത്, പെട്ടെന്ന് കുളിപ്പിച്ചാലുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആളുകൾക്ക് തിരക്കുള്ളവരുണ്ടെങ്കിൽ അവർക്ക് എന്താക്കും ചെയ്യാം, നിസ്കരിച്ച് പോകും ചെയ്യാം. ഇങ്ങനെ കിടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ രൂപത്തിൽ കിടത്തുമ്പോൾ തന്നെ തല ഒരല്പം എന്താക്കുക, ഇങ്ങോട്ട് പടിഞ്ഞാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ വലത് ഭാഗത്തേക്ക്, അതായത് ഇപ്പൊ ഈ കിടക്കുന്ന രൂപത്തിൽ തന്നെയാണ്. നമ്മളെ പടിഞ്ഞാറ് ഭാഗത്താണല്ലോ എന്തുള്ളത്, കിബിലുള്ളത്. കിബിലയിലേക്ക് തല തിരിച്ചു വെച്ച രൂപത്തിൽ ഇങ്ങനെ തന്നെയാണ് കിടക്കേണ്ടത്. അത് വടക്ക് ഭാഗത്ത് തല, തെക്ക് ഭാഗത്ത് കാല് എന്നുള്ള രൂപത്തിൽ വെക്കുക. ഇനി ചിലപ്പോൾ വെച്ച റൂമിൽ അതിനെന്തുണ്ടായിക്കോളുന്നില്ല, സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് വെക്കുക എന്നുള്ളതാണ് അതിനുള്ളൂ. ഇത് ഇങ്ങനെയാണ് വെക്കേണ്ടത് എന്നെന്താക്കിയിട്ട്, അതായത് നമ്മൾ കിടന്ന് നിസ്കരിക്കുന്ന ഒരു ആളാണെങ്കിൽ ഇങ്ങനെയാണ് നിസ്കരിക്കാൻ കിടക്കുക. കിടന്ന് നിസ്കരിക്കുമ്പോൾ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ്, ഇതിപ്പോൾ മയ്യത്തായതുകൊണ്ട് വലത്തെ ഭാഗത്തേക്ക് ചെരിച്ചു വെക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ തല മാത്രമേ എന്താക്കുള്ളൂ, വലത് ഭാഗത്തേക്ക് ചെരിച്ചു വെക്കുള്ളൂ. വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ്, അപ്പോൾ അതിൽ വലതു ഭാഗം ഇങ്ങനെ വരുന്ന രൂപത്തിൽ ആണ് എന്താക്കുന്നത്, നമ്മൾ മയ്യത്തിനെ കിടത്തുന്നത്. ഇനി ഇതോടുകൂടി ചിലപ്പോൾ എന്താവും വെച്ചാൽ ചില ആളുകളുടെ വായി എന്താവും, അങ്ങനെ തുറന്ന് കിടക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് എന്താക്കാവുന്നതാണ്, ഇവിടെ ഒരു ചെറിയ കെട്ട് വേണമെങ്കിൽ കെട്ടാം. വായി ഇങ്ങനെ തുറന്ന് കതക്കാൻ വേണ്ടി, വേറെ ഉദ്ദേശമൊന്നുമില്ല. അപ്പോൾ വായി തുറന്ന് നിൽക്കാത്തൊരവസ്ഥയിലാണ് ഉള്ളതുണ്ടെങ്കിൽ കെട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിങ്ങനെ കുറച്ചു നേരം കെട്ടി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തായിക്കോളും, അത് ഇവിടെ സെറ്റായി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതവിടെ നിന്നോളും. അത് മാത്രമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഇതോടുകൂടി എന്ത് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആദ്യം ചെയ്യേണ്ട കർമ്മങ്ങൾ അത് കഴിഞ്ഞു. ഒന്ന്, നമ്മൾ അദ്ദേഹത്തിന്റെ കണ്ണടച്ചു കൊടുത്ത സമയത്ത് എന്തായിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ നമ്മൾ അതിന്റെ സന്ധികളൊക്കെ എന്താക്കിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കുളിപ്പിക്കാൻ നേരത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വസ്ത്രം അയക്കണം. വസ്ത്രം അയക്കുമ്പോഴും കുളിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ പോലും മയ്യത്തിന്റെ ശരീരം, പ്രത്യേകിച്ചും മുട്ട് പൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം വെളിവാകാൻ പാടില്ല. അത് ഔറത്താണ്. ആണിൻ്റെതാണെങ്കിലും പെണ്ണിൻ്റെതാണെങ്കിലും മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഒരു നിലക്കും എന്താൻ പാടില്ല, പുറത്ത് കാണാൻ പാടില്ല. ആ രൂപത്തിൽ തന്നെയാണ് കുളിപ്പിക്കേണ്ടത്. അപ്പൊ ഈ കുളിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു നല്ലൊരു ടർക്കിയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഉംറത്തുണി പോലത്തെ തുണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മേലെ എങ്ങനെ ഇടണ് നല്ലത്. എന്നാൽ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞാലും എന്താവൂല, ശരീരത്തിന്റെ നിറം പുറത്തേക്കിട്ട് കാണൂല. അതേസമയത്ത് സാധാരണ രൂപത്തിലുള്ള മുണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ഇടലിട്ടിട്ട് മേലെ വെള്ളം പാർന്നു കഴിഞ്ഞാൽ എന്താവും, ഉള്ളിലുള്ളൊക്കെ പുറത്ത് കാണുന്ന ഒരു രീതി ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാകാൻ ഇങ്ങനത്തെ ഒരു നല്ല ഒരു ടർക്കി ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ആലോചിച്ചു കാണി, ഇതിപ്പോ നനഞ്ഞാലും ഇനി എന്താവൂല, ഒന്നും കാണാനില്ല എന്നതാണ് ഇതിലുള്ള. അപ്പൊ ഇങ്ങനത്തെ ഒരു കട്ടിയുള്ള മുണ്ട് എന്താക്കണം എന്നുള്ളതാണ്, ഇതിലിടുക എന്നുള്ളതാണ്. കാലിന്റെ വിരലൊക്കെ കൂട്ടിക്കെട്ടേണ്ട എപ്പോഴാച്ചാൽ കാല് വല്ലാതെ മറിയുന്നുണ്ടെങ്കിൽ മാത്രമാണ്. കാല് മറിയാന്നുള്ളത് എന്താണ്, മരിച്ചു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ കാല് ഇങ്ങനെയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്തായാലും മറിയും. അപ്പൊ വേണമെങ്കിൽ എന്താക്കുന്നു, ഇവിടെ ജസ്റ്റ് ഒന്ന് കെട്ടിയിടും. ഇതൊക്കെ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുറെ നേരം മയ്യത്ത് അങ്ങനെ വെക്കുന്ന ഒരു ഘട്ടത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഏത്, കുളിപ്പിക്കാതെ വെക്കണ ഘട്ടം ഉണ്ടെങ്കിൽ മാത്രം. പെട്ടെന്ന് തന്നെ കുളിപ്പിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും എന്തില്ല, വരുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉടനെ നമ്മൾ കുളിപ്പിക്കാനുള്ള പരിപാടിയിലേക്ക് ഇറങ്ങണം. അപ്പൊ ഇനിയിപ്പോ കുളിപ്പിക്കുന്നതിന്റെ മുമ്പ് ആദ്യം ചെയ്യേണ്ട വേറൊരു പരിപാടി,
നിർബന്ധമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഔറത്ത് കാണരുത്. ഔറത്ത് കാണാതിരിക്കുവാൻ വേണ്ടി ഏത് കളറും എന്താക്കാവുന്നതാണ്, ഉപയോഗിക്കാവുന്നുള്ളൂ. കഫന്റെ വിഷയത്തിൽ മാത്രമാണ് എന്തുള്ളത്, നമ്മൾ സാധാരണ ഇപ്പോ പീടിയിൽ നിന്ന് വാങ്ങണ സമയത്ത് 2 ടൈപ്പ് തുണി കിട്ടാറുണ്ട്. ഒന്ന് ഒക്കെ വെട്ടി റെഡിയാക്കിയ സൈസും കിട്ടും, ഇതിപ്പോ വെട്ടാത്ത സാധനമാണ്. അപ്പൊ ഇതില് മയ്യത്തിന്റെ നീളം നമ്മൾ എന്താക്കണം, അളക്കണം. മയ്യത്തിന്റെ നീളം അളന്നതിന് ശേഷം അതിന് പാകമായിട്ടാണ് എന്താക്കേണ്ടത്, തുണി മുറിക്കേണ്ടത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എത്രയുണ്ടോ മയ്യത്ത്, ആ മയ്യത്തിനേക്കാളും ഒരു 1/2 മീറ്ററും കൂടി നീളത്തിൽ എന്താക്കുക, തുണി മുറിക്കുക. 1/2 മീറ്ററും കൂടി നീളത്തിൽ തുണി മുറിച്ചു കഴിഞ്ഞാൽ 1/4 മീറ്റർ കാലിന്റെ ഭാഗത്ത് ഇങ്ങോട്ടും 1/4 മീറ്റർ തലന്റെ ഭാഗത്തേക്ക് അങ്ങോട്ടും വെച്ചാൽ കെട്ടാൻ സുഖമാണ്. അപ്പൊ ഒരു 1/2 മണിക്കൂർ. എന്നിട്ട് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വരുന്ന, ചുറ്റി വരുമ്പോ ഏറ്റവും മുകളിൽ വരുന്ന തുണി അതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു വലുപ്പത്തിൽ എന്താക്കുക, മുറിക്കും ചെയ്യുക. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പൊ ഇതേമാതിരി ഇപ്പൊ ഒറ്റ തുണി ആണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ഞാൻ അങ്ങനെ ഒന്നും നോക്കണില്ല. ഇപ്പൊ ചെയ്യാൻ പോകേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് പിടിക്കും, മൊത്തത്തിൽ നിർത്തിയിട്ട് ഇതിനെ 3 നമ്മളാണ് എന്താക്കുക, ഒറ്റടിക്ക്. ഇത് 2 ആയിട്ടുള്ളൂ. അപ്പൊ ഇതിനെ 3 ആക്കുക. എത്ര അല്ല, അത് 3 ആക്കുക ഒറ്റടിക്ക് തന്നെ. നമുക്ക് വലിയ ആളതായതുകൊണ്ട് ഇത് പിന്നെ ഇനി വേറെ എന്തെങ്കിലും വേറെ ക്ലാസ്സുകൾ എടുക്കാനോ മറ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക, ഉപയോഗിക്കും ചെയ്യാം. അപ്പൊ ഇത് ഈ രൂപത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എന്താക്കുക, ഇത് ഇവിടെ ഇങ്ങനെ പിടിക്കേണ്ടോണ്ട് കേട്ടോ ഇപ്പൊ ഇത്രയൊക്കെ റിസ്ക് ഉള്ളത്. മറ്റേ അളവുകൊണ്ട് എടുത്തക്കാട് നേരെ എന്താക്കിയാൽ മതി, അത് വെട്ടി കൊടുത്താൽ മതി. അതിനനുസരിച്ച് പിടിക്ക്. അത് മതി. ഇതിങ്ങോട്ട് പിടിച്ചോളി. അപ്പൊ ഇത് നമ്മളിപ്പോ അങ്ങനെ പിടിച്ചു. ഓക്കെ. അപ്പൊ ഇത് ഞാൻ കുറച്ചും കൂടി ഏറെ പിടിച്ചത് എന്തിനാ വെച്ചാൽ, ഇതിന് നമുക്ക് ഇനി വേറെ കഷ്ടം കൂടി വെട്ടാണ്ട്, അതിനാണ് ഇങ്ങനെ പിടിച്ചത്. ഇപ്പൊ തൽക്കാലം ഈ ഇദ്ദേഹത്തിന്റെ മേലെ കൊള്ളുന്ന ആളാണെന്നുള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പിടിച്ചത്. ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾക്ക് ഇത് എന്താക്കണം, മുറിക്കണം. മുറിക്കാൻ എന്താക്കുക, സിമ്പിളായിട്ട് കത്രി വെച്ചിട്ട് എന്താക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് വെട്ടിയിട്ട് ഒരു വലിച്ചാൽ എന്തായിക്കോളും, ഒരേപോലെ മുറിഞ്ഞോളും. വെട്ടിക്കടി ബിസ്മില്ലാ. അല്ല, അത് ഇതാക്കണം. ഇത് ഇനി ഒന്നും വേണ്ടതാ. അതിങ്ങനെ വലിച്ചാൽ എന്താക്കും, ഒറ്റടിക്ക് പോരും, ഒരേപോലെ പോരുള്ളൂ. ആ കാര്യത്തിൽ പേടിക്കണ്ട. അതിന് ടെക്സ്റ്റൈൽസും ടൈലറിങ്ങും ഒന്നും ആവശ്യമില്ല. എങ്ങനെ ഞാൻ എവിടെയും കട്ട് ചെയ്യാം. മതി. ഇപ്പൊ ഇത് 3 തുണി കീറി കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ള തുണി കട്ട് ചെയ്യാനാണ്. ഞാൻ കുറച്ച് ഭാഗം എടുത്തല്ലോ. ഇത് നിങ്ങളുടെ ഇവിടെ വരി. ഇത് ഇവിടെ കട്ട് ചെയ്യും. മതി. അപ്പൊ ഇത് ഇങ്ങനെ എന്താക്കുന്നു, കട്ട് ചെയ്യുന്നു. ഇതിമെന്ന് ഇനിയിപ്പോ 3 കഷ്ണം എടുക്കണം. വളരെ എളുപ്പമാണ്. ഇതാണ് കുറച്ചുകൂടി. 1. ഇത് 3 ആകണം നിർബന്ധമില്ല കേട്ടോ. 3, 5, 7 ഒക്കെ ആകാം. അതൊന്നും പ്രശ്നമില്ല. മയ്യത്ത് ചിലപ്പോൾ വലിയ ആളാണെങ്കിൽ ചിലപ്പോൾ 3 എണ്ണത്തിപ്പോൾ മതിയായിക്കോണമെന്നില്ല. ഒറ്റയിലാണ് എന്തുണ്ട്, ഒരു സുന്നത്തുണ്ട് എന്നുള്ളതൊക്കെ കിതാബുകളിൽ കാണുന്നുണ്ട്. ഇത് ഇത്ര ഒന്നും കട്ടി വേണമെന്നില്ല, ചെറിയ വെള്ളമായാലും മതി, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്താക്കുന്നു, ഇതിങ്ങനെ ഒക്കെ റെഡിയാക്കി. അത് പിന്നെ ചുറ്റും, അത് കഴിഞ്ഞിട്ടില്ല, പണി കഴിഞ്ഞിട്ടില്ല. ഇനി അതിൽ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല, അടിയത്തെ തുണി കുറച്ചും കൂടി നീളുണ്ട്. അപ്പോൾ അടിയത്തെ തുണി നമ്മൾ എന്താക്കുന്നു, വീണ്ടും ഒന്നങ്ങോട്ട് കുറച്ചും കൂടി ഒന്നാണ്ട് വലിച്ചല്ലോ. നിർത്തിയിടുന്നു. ഇനി ഇതേപോലെ തന്നെ അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ നമ്മളെ ഇവിടെയൊക്കെ വരുന്ന സാധനം തന്നെയാണ്. ഈ പടം ഉണ്ടാവും. ഈ പടം ഇതേപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ എന്താക്കിയാൽ മതി, ഒന്നാണ്ട് മടക്കി വെച്ചാൽ അടിയിലെ വിരിക്കണ്ട്. ഇതിപ്പം ഇതൊക്കെ നമ്മൾ പുറത്ത് സൈഡിലൊക്കെ വെച്ചിട്ടാണ് എന്താക്കുക. എങ്ങനെ പായ വേണ്ട. ഈ സാധനം ഇങ്ങനെ വെക്കുന്നു. ഇപ്പൊ ഇതിലുണ്ടായാല്
വായിക്ക് പകരമാണ് അത് നടന്നോട്ടെ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇനി ഫുഖഹാക്കളുടെ ചർച്ചയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് കുറേ ഈ ചങ്ങന്തിരി ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ഏറി വന്നാൽ ഈ ഫാന് വേണമെങ്കിൽ ഒന്ന് ഓഫാക്കിയാൽ ഈ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സുഗന്ധങ്ങളുണ്ട്. ഇതിപ്പോൾ എന്താണ് കുന്തിരിക്കാണ്. ഇപ്പോൾ വേണമെങ്കിൽ കുന്തിരിക്കൊന്ന് എന്താക്കുക, നമ്മൾ പൊട്ടിക്കുന്നു. തൽക്കാലം കുന്തിരിക്കം പൊട്ടിച്ചിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും ഇങ്ങോട്ട് എന്താക്ക പുകയേക്ക. നിങ്ങളെ വകയായിട്ട് കത്തിച്ചൂടി. അപ്പോൾ ഞാൻ ബാക്കി പറയാം. അപ്പം ഇത് പുകച്ചിട്ട് ഇത് പുകയ്ക്കേണ്ടതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല. ഈ ഇതിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഇതുണ്ടല്ലോ, ഇത് ഇത്ര വലിയ കുപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ചെറിയ കുപ്പിയൊക്കെ കിട്ടും. അപ്പം ഇത് പന്നീറാണ്. ഇത് നമ്മൾ തുറന്നിട്ട് നേരെ എന്താക്കുന്ന വെച്ചാൽ അത്തർ അവിടെ ഉണ്ട്, അത്തർ ഇതിക്ക് പാരും. എന്നിട്ട് നന്നായിട്ട് കുലുക്കിയിട്ട് എന്താക്കും, ഇതിലൊക്കെ മാക്സിമം ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്നങ്ങോട്ട് കുടഞ്ഞ് റെഡിയാക്കും. മൊത്തത്തിൽ കഫംപുടവിൽ മൊത്തം ഈ സുഗന്ധം ഇതാക്കിയതിൻ്റെ ശേഷം ഇതിൽ നിന്ന് പുക ഇങ്ങനെ പൊന്തും നന്നായിട്ട്. ഈ പുക പൊന്തുന്ന സമയത്ത് നമ്മൾ ചുരുട്ടി പിടിച്ചിട്ട് എന്താക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുകൻ്റെ മേലെ ഇതൊന്നിങ്ങനെ കാട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുകൻ്റെ ഇതിൽ നിന്നുണ്ടാണ് എന്തുണ്ട്, സ്മെല്ലുണ്ട്. അത് ഇതിൽ പിടിക്കും. പിന്നെ മാത്രമല്ല ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായതുകൊണ്ട് ചെറിയൊരു പുകക്കറൽ അവിടെ നിന്നും ചെയ്തോളും. ഇതൊക്കെ കിതാബുകളിൽ ഉണ്ട് ഇങ്ങനെ തന്നെ. ഇത് ഒരു സുന്നത്ത് എന്നുള്ള നിലക്കല്ലാതെ തന്നെ ഇത് സുഗന്ധം മാക്സിമം ആക്കുക എന്നുള്ള നിലക്കാണ് എന്താക്കുന്നത്. ഈ നിലക്ക് ഇങ്ങനെ എന്താക്കുന്നു, ഈ പുക ഇങ്ങനെ നമ്മൾ സാധാരണ ബഹൂർ കത്തിച്ചിട്ടുണ്ടല്ലോ ആക്കണത്, ഈ സിസ്റ്റത്തിൽ എന്താക്കുന്നു, ഇതിന് മൊത്തം പുക കാണിച്ച് മൊത്തത്തിലൊരു ഇതാക്കണ സിസ്റ്റമാണ് ഇതിലുള്ളത്. അപ്പം ഇത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ് വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നൊന്ന് മാത്രം. ഇത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതേപോലെ കുന്തിരിക്കം കഴിഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മളേക്കൽ എന്തുണ്ടാവും, ഇത് കർപ്പൂരാണ്. ഈ കർപ്പൂരം ഇത്ര എന്താണ് പറയുക, ഇതും കൂടി പൊട്ടിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഒന്ന് കാണിച്ചു തരാൻ നല്ലതാണ്. എനിക്ക് ഒന്നേ പൊട്ടിക്കണുള്ളൂ. അപ്പം ഈ കർപ്പൂരം നമ്മൾ എടുക്കുന്നു. ഇതിൽ നിന്ന് പകുതി നമ്മൾ എടുക്കും, പകുതി അടക്കട്ടെ. എന്നിട്ട് ഈ പകുതി എന്താക്കി കൈക്കളിച്ച് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ എന്താക്കും, ഇങ്ങോട്ട് പൊടിഞ്ഞിട്ടു ഉണ്ടല്ലേ, നല്ല പഞ്ചസാര മാതിരി ഉണ്ടായി. ഇതിങ്ങനെ പൊടിച്ച് കൈക്കലിട്ടിട്ട് ഇങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ അത് പൊടിയും. ഇത് പൊടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതെന്താക്കുന്നു, നേരെ കഫൻ പുടവയിൽ അങ്ങനെ വിതറും. അപ്പോൾ ഇത് ഇപ്പം ഈ വിതറി കഴിഞ്ഞു. ഇനി ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കഫൻ പുടവ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ മടക്കും. ഇങ്ങനെ ഒരു സൈഡ് മടക്കുക ആദ്യം. ഒരു സൈഡ് ഇങ്ങനെ മടക്കുക, നേരെ നടുവരെ മടക്കുക. ഇനി ഇത് ഇവിടുന്ന് അങ്ങോട്ട് മടക്കുക. അങ്ങോട്ട് മടക്കി കൂടി. ഇപ്പം മടക്കിയില്ലേ? ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒന്നെടുത്തിട്ട് നേരെ ഇതിൻ്റെ അടിയിൽ ഇവിടെ സെൻട്രലായിട്ട് ഇവിടെ വെക്കും. ഓക്കെ. ഇനി ഇതേപോലെ എന്താക്കുന്നു, ഈ സാധനം നമ്മൾ തൽക്കാലം നമ്മൾ എന്താക്കുന്നു, ഇതിങ്ങനെ വെക്കുന്നു, ഇതിന് മടക്കുന്നു. എന്നിട്ട് തൽക്കാലം ഇതിപ്പോൾ എന്തായി, ഇപ്പം കഫൻ പുടവൻ്റെ വിഷയത്തിലുള്ള കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്, റെഡിയായി. ഇതാണ് കുളിപ്പിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഒറ്റ 3 കഷ്ണം തന്നെ കെട്ടാൻ ആവശ്യമായ 3 കഷ്ണത്തിന് എന്ത് വേണം, ഏറ്റവും ചുരുങ്ങിയതൊരു 1/4 മീറ്റർ കൂടുതൽ വേണം. ഏറ്റവും അടിയത്തിൽ എല്ലീത്തിനെക്കാട്ടി കുറച്ചും കൂടി ഒരു നീളം വേണമെന്ന് മാത്രം. അപ്പം ഇത് നമ്മൾ എന്താക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലുള്ള ഈ 3 കഷ്ണങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടാ. ഇതിൻ്റെ കൂടെ ഉണ്ട്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുമാണ്, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച ബാക്കി കർപ്പൂരം ഉണ്ടല്ലോ, പകുതി, ഈ പകുതി കർപ്പൂരം ബാക്കി ഇതേപോലെ തന്നെ പൊടിച്ചിട്ട് ഒരു ബക്കറ്റിലോ മറ്റോ വെള്ളം
ഇത് മയ്യത്തിന്റെ ശരീരത്തിലൂടെ അവസാനം പാരാനുള്ള വെള്ളം ഏതാണോ ആ വെള്ളത്തിൽ അതവിടെ ഇട്ടേക്കും. മനസ്സിലായില്ലേ? അതോടെ ഇട്ട് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ കുളിപ്പിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ കുളിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഭാഗം കുറച്ചൊന്ന് കട്ടിൽ പൊക്കിയാൽ നന്നാവും. അത് വെള്ളം ഇങ്ങനെ പാർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു താഴത്തേക്ക് ഒഴുകി പോരാൻ പറ്റിയ രൂപത്തിൽ. അപ്പം അതിന് ഇവിടെ എന്തെങ്കിലും ചെറിയൊരു കനം വെച്ചാൽ മതി. സാധാരണ നമ്മൾ 2 ചകിരിയൊക്കെ ചെയ്യുക. ചകിരിയാണ് മലത്തി വെച്ച് കഴിഞ്ഞാൽ അതിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വേണമെന്നില്ല, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗം അവിടെ പൊന്തി കൊടുക്കും. വലിയ ഇഷ്ടികൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മയ്യത്ത് ഇങ്ങനെ വന്നിട്ട് ഇറങ്ങിപ്പോരും. അതേപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കട്ടിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ തലഭാഗത്ത് എന്തെങ്കിലും ചെറിയ ഇത് കാലിന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ഇങ്ങനെ ഉണ്ട്. മറ്റെന്താന്ന് വെച്ചാൽ അതിലിങ്ങനെ കിടന്ന് എന്നാ പ്രശ്നമില്ല. ഇല്ലാത്തതാണെങ്കിൽ അടിയിൽ വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ കുളിപ്പിക്കണ ഇതിൽ ഒന്നിരിക്കെ വെള്ളം നന്നായിട്ട് താഴത്തേക്ക് ഒന്നിച്ചു പോരും ചെയ്യും, ഇതും ചെയ്യും. അപ്പൊ ഈ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം എപ്പോഴും 4 ഭാഗവും മറഞ്ഞതും മുകളിൽ മറഞ്ഞതുമായ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സാധാരണ റൂമിൽ നിന്ന് കുളിപ്പിക്കല് ഒരു പ്രശ്നമില്ല, വെള്ളം എങ്ങോട്ടും പോകാം. സാധാരണ ഇത് മയ്യത്ത് കുളിപ്പിക്കണ വെള്ളം എന്താൻ പാടില്ല, അതിന് വേറെ പ്രത്യേകം കുഴി കുത്തുന്നൊക്കെ കാണാം. സാധാരണ നമ്മൾ കുളിക്കുമ്പോൾ ഉള്ള വെള്ളം എങ്ങട്ടാ പോണ്, അത് അങ്ങോട്ട് എന്താക്കാവുന്നതാണ്. ഇനി വലിയ ബാത്റൂം എന്ന് വിചാരിക്കുക, ചില വീട്ടിലൊക്കെ വലിയ ബെഡ്റൂമിനെക്കാട്ടി വലിയ ബാത്റൂമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ഇനിയിപ്പോൾ ബാത്റൂമിൽ വെച്ച് കുളിപ്പിച്ചാലും ഒരു കുഴപ്പമില്ല. കാരണം ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഈ വിഷയത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. അത് അതിലൊക്കെയാണ് ഭയങ്കര വസ്വാസം ഉണ്ടായാല്. പിന്നെ അതുപോലെ തന്നെ കുളിപ്പിക്കാൻ എപ്പോഴും നല്ലത് സാധാരണ പച്ചവെള്ളം. അതൊന്നുമില്ല, ആ മാനത്തുനിന്ന് വന്ന വെള്ളമാണത്. അതാ പറഞ്ഞത്. എങ്ങനെ കടൽ വെള്ളത്തിന് ഒരു പ്രത്യേകതയില്ല. നിങ്ങൾ സാധാരണ കുളിച്ചിട്ട് വെള്ളം മൂടിയൊക്കെ ഉണ്ടാ, അത്രേ ഉള്ളൂ. അതിൻ്റെ ഒന്നും അത് ഈ വിശ്വാസമാണ് ആകാശം കാണാൻ പാടില്ല എന്നുള്ള. എന്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കുളിച്ചുമ്പോ നിങ്ങൾ കുളിച്ചുമ്പോ വെള്ളം എങ്ങോട്ടാ പോവാ? അതന്നെയാണ്, ഇത്ര തന്നെ ഉള്ളു, വേറെ ഒന്നുമില്ല. ഈ വെള്ളത്തിന് ഒരു പ്രത്യേകതയില്ല, പവിത്രതയില്ല. സാധാരണ നമ്മൾ കുളിക്കുമ്പോ എങ്ങോട്ടാ പോവുക? ആയിക്കോട്ടെ, നോക്കുക. അപ്പൊ ഇതൊക്കെ ഇതിലുള്ള അന്ധവിശ്വാസങ്ങളാണ്. അതിലത്രേ ഉള്ളൂ. അതില് വെള്ളം ചൂടാക്കണ്ട, സാധാരണ പച്ചവെള്ളം അതാണ് മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും അഫ്ളലായ വെള്ളം. എന്തെങ്കിലും കാരണത്താൽ ചുടുവെള്ളം ഉപയോഗിക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ തൊലി കരിയാത്ത രൂപത്തിലുള്ള ചുടുവെള്ളം ഉപയോഗിക്കാം. ഒരു ചെറിയ ചൂടുള്ള ഇളംചൂടുള്ള വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് ഇപ്പൊ ഞാൻ ആദ്യം ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞിട്ട് കുറെ നേരമൊക്കെ കെടുത്തിക്കണേണ്ടി ചിലപ്പോൾ ഇതിമ്മ കാൽമ കയറുണ്ടാവും, കെട്ട് ഒട്ടിക്കുന്നു. പിന്നെ എന്താക്കുന്നു, നമ്മൾ വസ്ത്രം മാന്യമായ നിലക്ക് അയക്കുന്നു. ചിലപ്പോൾ കുപ്പായൊന്നും കൊടുക്കിട്ടത് അയച്ചാൻ കഴിഞ്ഞോളണമെങ്കിൽ ഒരു കത്രി എടുത്തിട്ട് ഇങ്ങനെ കയ്യും ഇതൊക്കെ വെട്ടിക്കാണ്ട് എന്താക്കിയാൽ വന്നിട്ട് എടുത്താൽ മതി. മനസ്സിലായില്ലേ? ഇത് കഴിഞ്ഞ് നമ്മൾ കുളിപ്പിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന പണി, വസ്ത്രമൊക്കെ ഊരിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കാല് മാക്സിമം എത്ര കണ്ട് വിടർത്തി വെക്കാൻ പറ്റുമോ അങ്ങനെ വിടർത്തി വെക്കും. മനസ്സിലായില്ലേ? ഇനിയാണ് കുളിപ്പിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കൈ അങ്ങനെ തന്നെ കാര്യം, മുപ്പര് മരിച്ചാത്തതുകൊണ്ട് കൈ അറിയാതെ വെക്കാണ്. പിന്നെ മയ്യത്തിന്റെ ശരീരത്തിൽ കുളിപ്പിക്കുന്ന ആൾ ഒരു കാരണവശാലും എന്താക്കാൻ പാടില്ല, തൻ്റെ കൈ കൊണ്ട് നേരെ സ്പർശിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഒക്കെ എന്തുണ്ട്, ഇങ്ങനത്തെ ഗ്ലൗസ് ഉണ്ട്, പ്രശ്നമില്ല. ഇനി അഥവാ ഗ്ലൗസ് ഇല്ലെങ്കിൽ ഒരു ശീലാണ് ചുറ്റിയാൽ മതി. എന്നിട്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ 2 കൈമേലും ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഗ്ലൗസ് ഇടുന്നുണ്ട്. ഇനി അവിടെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലൗസ് ഇട്ടിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ അത് പ്രശ്നം വേണ്ടാൾക്ക് മാത്രമാണ്. നിങ്ങളൊന്നും കാട്ടൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ബേജാറാണ്ട. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് ഇപ്പോൾ സാധാരണ രൂപത്തിലുള്ള കട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ കാലിങ്ങനെ കയറ്റിയേക്കലാണ്. ഇതിപ്പോൾ കുറച്ചൊരു ഉയരമുണ്ട് അതുകൊണ്ടാണ്. എന്നിട്ട് എന്താക്കും, 2 ആൾ വന്നിട്ട് മയ്യത്തിനെ താങ്ങിയിട്ട് ഈ കാൽമേക്ക് വെടുക്കണ്ട് കയറ്റിയേക്കും, പണ്ട് ഇരുത്തും, ഇങ്ങനെ ഇരുത്തും. കണ്ടില്ലേ? ഇങ്ങനെ ഇരുന്നാൽ അവിടെ ഇരുന്നോളും, പിന്നെ അങ്ങോട്ടോട്ട് നീങ്ങൂല. എന്നിട്ട് എന്താക്കും, വയറിൻ്റെ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കും. ഈ കാല് നല്ല എന്താക്കിയിട്ടുണ്ടാവും, വിടർത്തി വെച്ചിട്ടുണ്ടാവും. ഒന്ന് വല്ലാതെ ഇടങ്ങാറാക്കണ്ട, ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താവും, പുറത്തേക്കൊണ്ട് പോരും. അപ്പോൾ ഇത് നന്നായിട്ട് അമർത്തുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെയാണ് പറഞ്ഞത്, മയ്യത്ത് ആര് കുളിപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നോട്ടെ, എൻ്റെ കാൽമേൽ ഇതെടുക്കില്ല, ബേജാറാവും വേണ്ട, മറ്റേ നിങ്ങൾ ഊരവേദനയാവും. അപ്പൊ ഇതിൽ മയ്യത്ത് ആരെ കുളിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചയാൾക്ക് ബാപ്പ ഉണ്ടെങ്കിൽ അയാളാണ് കുളിപ്പിക്കാൻ നല്ലത്.
ബാപ്പി മക്കളും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ബാപ്പയാണ് കുളിപ്പിക്കാന്നല്ല. അല്ലെങ്കിൽ മയ്യത്ത് എന്താക്കണം, മരിക്കേണ്ടതിന് മുമ്പ് ഇന്ന ആള് കുളിപ്പിക്കണം എന്ന് എന്താക്കണം, വസിയ്യത്ത് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ ആ പിതാവ് ഒന്ന് പിതാവ് കഴിഞ്ഞിട്ട് മകന് കഴിഞ്ഞ് കഴിഞ്ഞാല് സഹോദരന്മാരെന്നുള്ള ആൾക്കാണ്. ഇനി ഭാര്യക്ക് കുളിപ്പിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ എന്താക്കാം, ഭർത്താവിന്റെ മയ്യത്ത് ഭാര്യക്ക് കുളിപ്പിക്കാം, ഭാര്യയുടെ മയ്യത്ത് ഭർത്താവിനും കുളിപ്പിക്കാൻ ഒരു പ്രശ്നമില്ല. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് സഹായികളായിട്ട് എത്ര ആൾ ആവശ്യമുണ്ടോ അത്ര ആൾ മാത്രം അവിടെ നിന്നാൽ മതി, വേറെ അതിലേറെ വേണ്ട. പിന്നെ എന്താക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നേരത്തെ പറഞ്ഞാൽ ഇപ്പൊ രണ്ടാളുണ്ട്, ഒരാൾ അവിടുന്ന് വെള്ളം എടുക്കുന്നു, നന്നായിട്ട് ഒഴിച്ചു തരുന്നു. ആ സമയത്ത് നമ്മൾ എന്താക്കും, ആരെ കയ്യിലാണോ ഗ്ലൗസ് ഇട്ടിട്ടുള്ള മൂപ്പര് നന്നായി ശൗച്യം ചെയ്തു കൊടുക്കും. അങ്ങനെ ആരെണെങ്കിലും വേണം. മയ്യത്തിന്റെ ശരീരത്തിൽ എന്താക്കാൻ പറ്റില്ല, പ്രത്യേകിച്ചും നഗ്നതയുടെ ഭാഗത്ത്, അത് ഭാര്യയാണെങ്കിൽ പോലും പറ്റൂല, ഗ്ലൗസ് ഇടണം. മനസ്സിലായില്ലേ? എന്നിട്ട് ഇടത്തെ കൈകൊണ്ട് നമ്മൾ എങ്ങനെയാണോ സാധാരണ ശൗച്യം ചെയ്യാറുള്ളത് ആ രൂപത്തിൽ ഒരാൾ ഇങ്ങനെ വെള്ളം പാർന്നു കൊടുക്കും, മറ്റാൾ എന്താക്കുന്നു ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കൈയിട്ടിട്ട് എന്താക്കിയാൽ മതി, ഈ കൈ ഇതിന്റെ ഉള്ളിലാണ്, അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെച്ചിട്ട് എന്താക്കാം, നേർക്ക് കഴുകി കൊടുക്കുക. അവറത്ത് കാണൂല, കഴുകണവനും കാണുന്നില്ല. അപ്പൊ ഇതിങ്ങനെ തന്നെ ഉണ്ടാകുക. മറ്റവനും എന്താക്കും, ഇതിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ചെയ്യും. ഇങ്ങനെ ഒഴിച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ മയ്യത്തിനെ എല്ലാം എന്താക്കുക, അങ്ങനെ പോയിക്കോളും. അതിനാണ് ഇത് എന്താക്കിയത്, ഇത് പൊന്തിച്ച് വെച്ചിക്കണല്ലോ. അപ്പൊ ഈ വെള്ളം ഇങ്ങനെ ഒഴിക്കണതിനനുസരിച്ച് ഇതിങ്ങനെ പോയിക്കോളും. അങ്ങനെ ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ എന്താക്കും ചെയ്യുക, നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നാട് കളയാ, ഒഴിവാക്കുക. അതോടുകൂടി എന്തായി, ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അപ്പൊ ഇത് ശൗച്യം ചെയ്യാനൊക്കെ ഉപയോഗിച്ച ഗ്ലൗസ് എന്താക്കാവും, അത് മാറ്റിയിട്ട് അടുത്തത് ഉപയോഗിക്കുക. ഇനി വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മയ്യത്ത് കുളിപ്പിക്കാൻ ഉള്ള അടുത്ത ഘട്ടത്തിലേക്കാണ്. അപ്പൊ ആദ്യമായിക്കൊണ്ട് ഇപ്പൊ മയ്യത്ത് കുളിപ്പിക്കുന്നു എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിക്കൊണ്ട് നമ്മൾ എന്താക്കാണ്, മയ്യത്തിന്റെ പല്ല് വെച്ചു കൊടുക്കും. അപ്പോൾ പല്ല് തേച്ച് കൊടുത്താൽ മതി. അതിന് ഇപ്പൊ ഗ്ലൗസ് ഇട്ടിങ്ങനെ സുഖമാണ്. ഈ ഗ്ലൗസ് കൊണ്ട് തന്നെ, ഈ വിരലുകൊണ്ട് തന്നെ എന്താക്കാം, ഇനി ബ്രഷ് വേണമെങ്കിൽ എന്താക്കാം ഉപയോഗിക്കാന്ന് മാത്രം. ഇതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇനി പേസ്റ്റ് ഇതൊന്നും വേണ്ട, വെള്ളമാക്കേണ്ട ഒന്നും വേണ്ട. എന്നിട്ട് അത് ശീലം ആണെങ്കിൽ കുറച്ചുകൂടി മെച്ചം എന്താ വെച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമലോട് പോന്നോളൂ. മനസ്സിലായില്ലേ? ഒന്ന് പല്ല് ഒന്ന് തേച്ച് കൊടുത്തതിന്റെ ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താക്കാണ്, ഇനി കൈ രണ്ടും ഇങ്ങനെ പിടിച്ചു. ഈ പിടിച്ചപ്പോൾ ഇന്ത്യയിൽ എന്തുണ്ട്, ഗ്ലൗസ് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ വെള്ളം പാർന്നു തരും. ഇയാൾ ഇങ്ങനെ വെള്ളം പാർന്നെടുക്കുമ്പോൾ ഞാൻ എന്താക്കാണ്, ഇങ്ങനെ പാർന്നപ്പോൾ ഇതിപ്പോൾ ഒതുപിടിപ്പിക്കുകയാണ്. ആദ്യ ഘട്ടത്തിൽ നമ്മൾ ഒതുപിടിപ്പിക്കുകയാണ്. ഒതുപിടിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇപ്പൊ കൈ 3 പ്രാവശ്യം കഴുകിയിട്ട് എന്താക്കി ഇവിടെ വെച്ചു. ഇനി നമ്മൾ സാധാരണ ഒന്നും ഉണ്ടാക്കുമ്പോൾ വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലാണ്. മയ്യത്തിൽ അതില്ല. അവിടെയാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ വേണമെങ്കിൽ അപ്പോഴും വേണമെങ്കിൽ ഒന്നുകൊണ്ട് പല്ല് തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കയ്യിൽ കുറച്ച് ഒന്ന് വെള്ളമാക്കിയിട്ട് മയ്യത്തിന്റെ മൂക്കിന്റെ ഉള്ളിൽ ആ വിരല് കൊണ്ട് വേണമെങ്കിൽ എന്താക്കാം, എന്തെങ്കിലും വൃത്തികേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടച്ചെടുക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് ഒന്നിങ്ങനെ മൂക്കിൽ വൃത്തിയാക്കിയിട്ട് എടുക്കുക. അതിലേറെ ഒരിക്കലും എന്താക്കരുത്, വായിക്ക് വെള്ളം ഒഴിക്കരുത്, മൂക്കിലേക്ക് വെള്ളം ഒഴിക്കരുത്. കുടിച്ചൂലല്ലോ എന്ന് പറഞ്ഞ് കൗത്തിയച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യണ കുറെ ആൾക്കാരുണ്ട്. ഒരിക്കലും അതില്ല. ഇത് കഴിഞ്ഞിട്ട് നേരെ എന്താക്കുന്നു, വീണ്ടും വെള്ളം കയ്യിലേക്ക് എടുക്കുന്നു, മുഖം മൊത്തത്തിൽ കഴുകുന്നു. ഇങ്ങനെ 3 പ്രാവശ്യം എന്താക്കും, മുഖം കുൽക്കുയ്യലില്ല, 3 പ്രാവശ്യം മുഖം നേർക്ക് കഴുകി കൊടുക്കുക. അപ്പോൾ ഈ മുടി മുളച്ചത് മുതൽ ഇവിടെ മൊത്തം ഇങ്ങനെ കഴുകി. ഓക്കെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വെള്ളം എടുക്കുന്നു, കയ്യിലേക്ക് പാരുന്നു, വലത്തെ കൈ മുട്ടുവരെ കഴുകി കൊടുക്കുക. നമ്മൾ സാധാരണ ഒതുടുക്കുക തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഇങ്ങനെ 3 പ്രാവശ്യം എന്താക്കി കൈ കഴുകി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടത്തെ കൈ 3 പ്രാവശ്യം കഴുകി കൊടുക്കുന്നു. ഇങ്ങനെ 3 പ്രാവശ്യം അതും കഴുകി കഴിഞ്ഞ് പിന്നെ വെള്ളം കൈമേൽ എടുക്കുന്നു. മയ്യത്തിന്റെ തല ഇങ്ങനെ നന്നായിട്ട് ഫുള്ള് ഇങ്ങനെ എടുത്തിട്ട് തല തടവി, സാധാരണത്തെ പോലെ ചെവി തടവുന്നത് പോലെ സാധാരണ ഒന്നും അത് നമ്മൾ എടുത്തു കൊടുക്കാന്ന് മാത്രം. അതും കഴിഞ്ഞ് എന്താക്കുന്നു, കാല് നന്നായി കഴുകുന്നു. ഇതോടുകൂടി എന്തായി, ഒളു കഴിഞ്ഞ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ സോപ്പ് ഇപ്പൊ നമ്മൾ കുളിക്കുമ്പോൾ ഒക്കെ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഈ സോപ്പ് വേണമെങ്കിൽ എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലിട്ടച്ചാൽ പെട്ടെന്ന് എന്തായിട്ടുണ്ടാവും, ഒരു പ്രശ്നമില്ല. മേത്തുനിന്ന് എന്തായാൽ മതി, ചളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയാൽ മതി. അതിന് ഉപയോഗിക്കാവുന്ന ബോഡി ഷാമ്പു, സോപ്പ്. പഴയ കാലത്ത് താളിയാണ് ഉപയോഗിച്ചിരുന്നത്, സിദർ എന്നാണ് അറബി പറയാം. അപ്പോൾ എന്തായാലും വേണ്ടില്ല, അത് ഉപയോഗിക്കുകയാണ്. ഇനി നമ്മൾ എന്താക്കുന്നു, മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ആദ്യം തലയിൽ വെള്ളം പാർന്നു, എന്നിട്ട് നന്നായിട്ട് എന്താക്കുക, അവിടെ സോപ്പ് വെച്ച് കൊടുക്കുക. തിരിഞ്ഞോ, നന്നായി സോപ്പ് വെച്ച് കൊടുക്കുക തലയിൽ.
ഇങ്ങനെയൊക്കെ തലയിലും താടിമലൊക്കെ നന്നായിട്ട് സോപ്പ് തേച്ച് പിന്നെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഇതൊന്നും സുന്നത്തിന്റെ കാര്യത്തിൽ പറയണ്ടല്ല. ഇപ്പോൾ ഇദ്ദേഹത്തെ ഇനി എന്താക്കണം, എന്നിട്ട് ആദ്യം നമ്മൾ എന്താക്കണം, വലതു ഭാഗമാണ് എന്താക്കുന്നത് കഴുകേണ്ടത് എന്നുള്ള നിലയ്ക്ക് വലത്തെ കാല് നേരെ എന്താക്കുക, ഈ ഇടത്തെ കാലിന്റെ മേൽക്ക് കയറ്റി വെക്കുക. ഇടത്തെ കാലിന്റെ മേൽക്ക് കയറ്റി വെച്ചിട്ട് നിങ്ങൾ അവിടെ നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ചെരിച്ചു കൊടുക്കുക. ഈ ചെരിക്കുമ്പോഴും ഈ തുണി എന്താകണില്ല, ഇങ്ങോട്ട് ചെരിഞ്ഞ് വല്ല ചെരിഞ്ഞോളി, പ്രശ്നമൊന്നുമില്ല. ആ മുകൂല ഞങ്ങൾ പിടിച്ചിക്കണ്, നിങ്ങൾ എന്തിനാ. അപ്പോ ഈ രൂപത്തിൽ എന്താക്കി ചെരിച്ചു. എന്നിട്ട് എന്താക്കുന്നു, ഇതിൽ കൂടെ ഒന്നിച്ചിട്ട് വെള്ളം പാരും, മനസ്സിലായില്ലേ. എന്നിട്ട് എന്താക്കുന്നു, എന്നിട്ട് സോപ്പ് വെക്കുന്നു. മറ്റേ ആദ്യം തലയിലല്ല വെള്ളം പാറുന്നത്. എന്നിട്ട് ഇവിടെ മൊത്തം എന്താക്കും, നമ്മൾ സോപ്പ് തേച്ച് നന്നായി ക്ലിയർ ആക്കിയതിൻ്റെ ശേഷം മെല്ലെ ഇതേപോലെ തന്നെ ഇങ്ങോട്ട് മറിച്ചിട്ടും എന്നിട്ട് മെല്ലെ കാലെടുത്ത് വെച്ച് നിങ്ങളുടെ കാലുമൊക്കെ എടുത്തേക്ക് എന്നിട്ട് മെല്ലെ ഇതേപോലെ ഇങ്ങോട്ടും മറിക്കുന്നു. അപ്പൊ ഈ തുണി നല്ല നീളമുള്ളതാവുമ്പോൾ എന്താവില്ല, അവറത്ത് കാണൂല. അതേ സമയത്ത് ചെറിയ മുണ്ടാണെങ്കിൽ ഇതൊക്കെ മറിച്ചിട്ടതിനനുസരിച്ച് എന്താവും, അവറത്ത് കാണും. അപ്പൊ കുറച്ച് നീളമുള്ള തുണി തന്നെ എന്താക്കുക, ഉംറ തുണിയാണ് ഏറ്റവും ബെറ്റർ ആണ്. അങ്ങനത്തെ രണ്ടെണ്ണത്തെ വേണ്ടി വരും, വേറെ ഒന്നിനല്ല. ഇതിന് കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേന് ഇതൊന്നായിട്ട് എന്തായിട്ടുണ്ടാവും, അപ്പൊ ഒന്നും കൂടി മേത്തിട്ട് കൊടുക്കാൻ വേണ്ടി വരും എന്നുള്ളവർക്ക്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇവിടെയും വെള്ളം പാർന്നിട്ട് തല മുതൽ കാല് വരെ പാരുന്നു, സോപ്പ് തേക്കുന്നു. ഇതോടുകൂടി ഒറ്റ പ്രാവശ്യമുള്ള എന്തായിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ. അതൊക്കെ നേരത്തെ തന്നെ എന്താക്കി നമ്മൾ കഴുകിയില്ലേ. അതിന് പുറമെ എന്താക്കുന്നു, സോപ്പ് തേക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ തേക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താക്കുന്നത്, അതാണ് ഏറ്റവും അടുത്ത ബന്ധുക്കളാകുമ്പോൾ ഈ പ്രശ്നം തീരും. മുറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എങ്ങനെ മുറിയല്ലേ, കക്ഷത്തിലും മറ്റൊക്കെ രോമങ്ങളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വടിച്ചൊഴിവാക്കി കൊടുക്കാം, മീശ വെട്ടാം, ഒക്കെ ചെയ്യാം, നഖം മുറിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ മുറിച്ചത് എന്ത് ചെയ്യണം എന്നുള്ളിടത്ത് ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞ എന്താ വെച്ചാൽ ആ കഫൻ പുടവയിൽ തന്നെ എന്താക്കുക എന്നുള്ളതാണ്, കഫൻ ചെയ്യുന്ന സമയത്ത് അതിൽ തന്നെ വിട്ടേക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഇട്ടിട്ട് എന്താക്കുക കഫൻ ചെയ്യുമ്പോൾ. അതാണ് ഇപ്പോൾ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹാഫിളഹുല്ലൊക്കെ പറഞ്ഞത്. അതായത് ആ വെട്ടിയെടുത്തിട്ടുള്ള സാധനങ്ങൾ ഒക്കെ ചെറിയ എന്തെങ്കിലും ഒരു കടലാസിൽ എന്തെങ്കിലും ആക്കിയിട്ട് അല്ലെങ്കിൽ ഇതിലാക്കിയിട്ട് എന്താക്കുക കഫൻ പുടവയിൽ മൂലക്കരവിടെ വെച്ചിട്ട് ആ കൂട്ടത്തിൽ കെട്ടിവിടുക എന്നുള്ള നിലക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ നിലക്കൊക്കെ അത് എന്താക്കാവുന്നതാണ്, ചെയ്യാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ തന്നെ വെള്ളം എടുക്കുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാമതും വലത്തെ ഭാഗത്തു കൂടെ, തല മുതൽ വലത്തെ ഭാഗത്തു കൂടെ അങ്ങനെ കാല് വരെ പാരും. മൂന്നാമതും ഇതേപോലെ എന്താക്കുന്നു, പാരുന്നു. വേണ്ട, ശരീരം ക്ലീൻ ആയല്ലോ. അപ്പൊ അങ്ങനെ 3 പ്രാവശ്യം എന്താക്കി ചെയ്തു. ഇതേപോലെ മറിച്ചിട്ട് 3 പ്രാവശ്യം അപ്പുറത്തും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി കുളി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് തോന്നാണ് വൃത്തിയായിട്ടില്ല ശരീരം എന്ന് തോന്നാണ്, വൃത്തിയായിട്ടില്ല തോന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കാം, വീണ്ടും ഒരു 2 പ്രാവശ്യം കൂടി വെള്ളം പാരാം. 3-ൽ വൃത്തിയായിട്ടില്ലെങ്കിൽ 5, 5-ൽ വൃത്തിയായിട്ടില്ലെങ്കിൽ 7, ഒറ്റയിൽ അവസാനിപ്പിക്കുക എന്നുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ മകൾ മരിച്ചപ്പോൾ കുളിപ്പിക്കുന്ന ആളുകൾക്ക് ഉപദേശം നൽകിയപ്പോൾ 3-ൽ വൃത്തിയായിട്ടില്ലെങ്കിൽ 5 പ്രാവശ്യം കഴുകുക, 5-ൽ വൃത്തിയായിട്ടില്ലെങ്കിൽ 7 പ്രാവശ്യം കഴുകുക എന്നൊക്കെ പറഞ്ഞ് എന്തായിട്ടുണ്ട്, ഉപദേശം കൊടുത്തു. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ എന്താക്കി കുളിപ്പിച്ചു. അപ്പൊ ഈ കുളിപ്പിച്ചപ്പോ എന്തായിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഇത് എടുക്കാതെ തന്നെ നേരത്തെ അവിടെ നല്ലൊരു മുണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താക്കുന്നു, ഇല്ല അത് കഴിഞ്ഞില്ലേ, തുടക്കത്തിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താക്കുന്നു, തുണി എടുത്തിട്ട് നന്നായിട്ട് തോത്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാറില്ല. ഇതേമാതിരത്തെ ഒരു ശീലം കൂടി ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിന്റെ മേൽക്കണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇതാണ് വലിച്ചാൽ എന്താവും, ഇത് പോയി കിട്ടി. ലാസ്റ്റ് ഒഴിക്കേണ്ട കർപ്പൂര വെള്ളമാണ്. 3-മത് ഒഴിക്കുന്നുണ്ട്, നമ്മൾ ഏറ്റവും അവസാനം ഒഴിച്ചെന്ന് പറഞ്ഞില്ലേ. അതിൽ നേരത്തെ പറഞ്ഞു അവസാനം ഒഴിക്കണ വെള്ളത്തേക്ക് കർപ്പൂരാണ് അവിടെ ഇട്ടിച്ചിട്ടുണ്ട്. ആദ്യം ആ സാധനം എന്താക്കുന്നു, 5 ആയാലും 7 ആയാലും ഒക്കെ ഏറ്റവും അവസാനം. ഇപ്പൊ ഈ 2 ഒഴിച്ചാൽ തന്നെ മനസ്സിലാവും ഇത് 3-ലോ ഒതുങ്ങുമോ ഇല്ല എന്നുള്ളത്, മനസ്സിലായില്ല. അതിനനുസരിച്ച് എന്താക്കിയാൽ മതി. അത് 1-2 പ്രാവശ്യം എന്താക്കണം, കുളിപ്പിക്കുക. നമ്മൾ ആദ്യം തന്നെ പോയി കുളിപ്പിക്കുക എന്നുള്ളതിന് പകരം ചെയ്യേണ്ടത് എന്താ വെച്ചാല്, കുളിപ്പിക്കണവനൊപ്പം പോയിട്ട് എന്താക്കണം, ഒന്ന് കാണണം. രണ്ടാമത്തത് നമ്മൾ വേണി നാളെ മുതൽ തന്നെ സുബീക്സ്കാരൊക്കെ കഴിഞ്ഞിട്ട് വേണി എന്താക്കുക, ഇതേമാതിരി ഓരോരുത്തരൊന്ന് കിടന്നു നോക്കുക, ഓരോരുത്തരും എന്താക്കുക ചെയ്തു നോക്കുക. ഓലെടുത്ത് പോയാല് ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പൊ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തുള്ള നമ്മളൊന്ന് എന്താക്കുക നോക്കുക. ഇത് കഴിഞ്ഞ് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മയ്യത്തിന്റെ ശരീരമൊക്കെ തുടച്ചു.
ഈ പഞ്ഞി എന്ന് പറഞ്ഞ സാധനം ആവശ്യത്തിലേറെ കഫമുടവന്റെ കൂടെ കിട്ടും. നമുക്ക് തീരെ ആവശ്യമില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ എന്താണ് ഈ പറഞ്ഞ പോലെ ഇത് ഇങ്ങോട്ടാക്കുമ്പോഴൊക്കെ എന്താണ് പുറത്തെന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്താക്കാം, നമ്മുടെ ചന്തിയുടെ ഭാഗത്ത് എന്താക്കാം, കുറച്ച് ഈ സാധനം ഗ്യാപ്പിൽ വെച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് വായിലൂടെ എന്ത് വരും, മരിച്ചാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ ആളുകളുടെ ഈ വായി തുറന്നാണ്ട് വായിൽ അത് വെച്ചു കൊടുക്കാം. മൂക്കിൽ കൂടെ വരാൻ സാധ്യത ഉണ്ട്, ഈ മൂക്കിൽ എന്താക്കാം വെച്ചു കൊടുക്കാം. എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്താക്കേണ്ട ആവശ്യമില്ല, വെക്കേണ്ട ആവശ്യമില്ല. അത്ര നമ്മള് ഇവിടെ മീൻ മാർക്കറ്റ് കൊണ്ടുവച്ചിക്കൊന്നല്ലല്ലോ, നമ്മളെ മുമ്പ് തന്നെയല്ലേ ഉള്ളത്. അതന്നെ ഇവര് പറയലിതാണ് ഹവാം, എന്താണ് പറയാ, പ്രാണി കയറാതെക്കാൻ മറ്റേന്നൊക്കെ തന്നെ പറയാ. ഇപ്പോ ഷെയ്ഖ് സാലിഹ് ബിൻ ഉസൈമീൻ റഹിമുള്ള അദ്ദേഹത്തിന്റെ ഈ മയ്യത്ത് പരിപാലനം പറഞ്ഞെടുത്ത് തമാശ പറയണ്ടേ കാണാൻ പറ്റും. ഈ ഫുഖഹാക്കൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കണ്ട വിചാരിച്ചു ഫുഖഹാക്കളോടെ മുഴുവൻ ഈ പ്രാണികളും പാറ്റിയും നിറഞ്ഞിക്കേനി എന്ന് വിചാരിച്ചു പോകും. അപ്പൊ അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ചെയ്യാം. അത് ആവശ്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് കുളിപ്പിക്കുന്ന ആൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ചിലപ്പം അപകടത്തിലൊക്കെ പെട്ട് മരിച്ചതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞതാണെങ്കിലും പോസ്റ്റ്മോർട്ടത്തിന് പറഞ്ഞാൽ ഏത് ഭാഗത്താണ് ചെയ്യണത് അതിനനുസരിച്ചാണ് എന്തുണ്ടാവുക, ആ ഭാഗം മാത്രം എന്താക്കിയാൽ മതി, നനക്കാന്നാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് എന്താക്കാവുന്നതാണ്, നനക്കാം, ഒരു പ്രശ്നമില്ല. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനത്തെ മുറിവുകൾ എന്തെങ്കിലും ഉള്ള മയ്യത്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഈ കഫം പുടവ മതിയാവില്ല. അപ്പോൾ അതിന്റെ കൂടുതൽ എന്ത് വേണമെന്ന് അറിയാം, കുറച്ച് പ്ലാസ്റ്ററും സാധനമൊക്കെ വേണമെന്ന് പറയാം. മനസ്സിലായില്ലേ? സാധാരണ ഗതിയിൽ അത് ഉണ്ടാവില്ല, കഫം പുടവിൽ അത് ഉണ്ടാവില്ല. എന്നിട്ട് ആ കോട്ടം വെച്ചിട്ട് എന്താക്കുക, ഇപ്പൊ ഇവിടെയാണ് മുറിന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മയ്യത്ത് ഒളിപ്പിച്ചപ്പോ മൂപ്പര് മറ്റേ വെയിൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ആ ആ ഓ ആ ആ അപ്പൊ ഇവിടെ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാല് ഇവിടെ മുറിയായിട്ടുണ്ട്, കിടത്തിക്കാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ചീർപ്പ് എടുത്തിട്ട് നന്നായിട്ട് മുടിയൊക്കെ ഒന്ന് എന്താക്കുക. സോറി, അപ്പൊ ഇവിടെ എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവൊക്കെ ഉണ്ട്, ബ്ലീഡിങ് ഉണ്ടാകും, ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കുന്നു, കോട്ടന് അവിടെ വെച്ചിട്ട് അവിടെ എന്താക്കും, പ്ലാസ്റ്റർ ചെയ്യും കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം. അതന്നെ ഇവിടുന്ന് ബ്ലീഡിങ് വരുന്നുണ്ട്. മൂപ്പര് ഇതാണ് ഇപ്പൊ നേരെ മയ്യത്ത് കൊണ്ടുവന്നപ്പോ ഇവിടുന്ന് ബ്ലീഡിങ് വരുന്നുണ്ട് ആളുടെ. പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കുളിപ്പിക്കുമ്പോൾ അത് ഊരിയെടുക്കുന്നു. അപ്പൊ ഇനിയിപ്പോ ബ്ലഡ് വന്നാലും എന്താ കണ്ട, പേടിക്കണ്ട. കുളിച്ച് കഴിഞ്ഞിട്ടും ബ്ലഡ് വരുമ്പോൾ അതിന്റെ പേരിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്താക്കുന്നു, നേരെ അവിടെ കോട്ടം വെക്കുന്നു, നല്ല പ്ലാസ്റ്റർ അവിടെ ഒട്ടിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ ഇങ്ങപ്പുറമൊക്കെ ഒന്നുകൂടി എന്താക്കി കൊടുത്താൽ മതി, ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്താൽ മതി. അങ്ങനെ മുറിവ് എവിടെയൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലൊക്കെ ചില ആളുകൾ കുറെ കിടന്നിട്ട് ശരീരത്തിൽ എന്തുണ്ടാവും, മുറിവ് ഉണ്ടാവും. അത് ചിലപ്പോൾ അത് ഒന്ന് ആ ഭാഗത്തൊക്കെ വേണമെങ്കിൽ എന്താക്കാവുന്നതാണ്, ഈ കോട്ടന് വെച്ചിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് പ്ലാസ്റ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഭദ്രമായിട്ട് നിന്നോളും, വേറെ പ്രയാസങ്ങളൊന്നുമില്ല. ഇത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി അത്തറുണ്ട്, അത്തർ എടുത്തിട്ട് സുജൂദിന്റെ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് അത്തർ വരട്ടി കൊടുക്കുക. അപ്പോൾ നെറ്റിയും മൂക്കും ഇവിടെ നന്നായിട്ട് എന്താക്കും, കൈമിൽ ഗ്ലൗസ് ഉണ്ട് ഇട്ടാ. അപ്പൊ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എന്തായി കൊടുത്തു. പിന്നെ രണ്ട് കൈ എടുത്ത് രണ്ട് കൈയിന്റെ അടിയിൽ ഇതാക്കി നന്നായിട്ട് അത്തറ് വരട്ടി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് ഇപ്പോഴാണ് നമ്മൾ എന്താക്കേണ്ടത്, ഒന്നിങ്ങനെ പൊന്തിച്ചിട്ട് ഇവിടെ ഈ മുട്ടിന്റെ ഇവിടെ എന്താക്കുന്നു, അവിടെയും അത്തറ് വരട്ടുന്നു. പിന്നെ അത്തറ് എന്താക്കും, കാലിന്റെ ഈ വിരലുകളുടെ ഈ പള്ളഭാഗത്തും അത്തറ് വരട്ടി കൊടുക്കും. ഒക്കെ പറഞ്ഞല്ലേ നമ്മള്. ആ അല്ല, കൗത്തി കെടുത്തൂല, കൗത്തി കെടുത്തേണ്ട ആവശ്യമില്ല. അല്ലേ, അതെ, രണ്ട് സൈഡിക്കും എന്താക്കും, തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് കാണിച്ചു തന്നല്ല. അതെ, 3 പ്രാവശ്യം വെള്ളം വരണം, അത് നമ്മൾ കാണിച്ചു തന്നു. ആ 2 പ്രാവശ്യം, അതായത് ഇങ്ങനെ ഓരോ പ്രാവശ്യം മറിക്കണം എന്നില്ല. എന്താക്കി ഒറ്റ പ്രാവശ്യം കൊണ്ട് മറിച്ചിട്ട് എന്താക്കിയാൽ മതി, ഇവിടുന്ന് ഇവിടെ പാർന്നു കഴിഞ്ഞാൽ 1 ആ രണ്ടാമത്തെ ഇങ്ങോട്ട് പാർന്നു കഴിഞ്ഞാൽ എന്തായി, 2 അല്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ മറിച്ചും തിരിച്ചൊക്കെ വെച്ചിട്ട് എന്താക്കുക, നന്നായിട്ട് തുടക്കുക. മേത്തിഞ്ഞ് എന്താകരുത്, ഒരു തുള്ളി വെള്ളം ഉണ്ടാകരുത്. ആ നിലക്ക് തന്നെ തുടച്ച് കഴിഞ്ഞിട്ടാണ് എന്താക്കുന്നത്, നമ്മൾ ഈ പറഞ്ഞ അത്തറൊക്കെ തേച്ചു കൊടുത്തു. ഇനിയാണ് നമ്മളെ കഫം പുടവ പുതപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ഈ സാധനം എടുത്തു, ഇത് നമ്മൾ മടക്കി വെച്ച രൂപത്തിൽ തന്നെ എടുത്തു. ഓക്കെ, എടുത്തിട്ട് ഒന്നിരിക്കെ അടുത്ത ഭാഗത്ത് എവിടെയാണ് വെക്കാൻ സൗകര്യം വെച്ചാല് അതിനനുസരിച്ച് എന്താക്കുന്നു, ഇങ്ങനെ നീർത്തി വെക്കും. മനസ്സിലായില്ലേ? ഇതിങ്ങനെ നീർത്തി വെക്കും. എന്നിട്ട് ഇപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താക്കും, കാല് ഒന്നിങ്ങോട്ട് വെച്ച് മെല്ലെ എന്താക്കും, ഇങ്ങോട്ട് തിരിക്കും.
ഇങ്ങനെ തിരിച്ചിട്ട് ഇതിങ്ങനെ തുറന്നിട്ട് മാക്സിമം ഇങ്ങോട്ട് അടുപ്പിക്കും. അതോടൊപ്പം തന്നെ എന്താക്കുന്നു, ഈ സാധനവും മാക്സിമം ഇങ്ങോട്ട് അടുപ്പിച്ച് വെക്കും. ഫുള്ള് തുറക്കണമെന്നില്ല, എത്രയാണോ കയ്യ ഇത്ര മതി, ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് മെല്ലെ ഇതിലേക്കുണ്ട് എന്താക്കും, കിടത്തും. കിടത്തിയിട്ട് ഇനി മെല്ലെ ഇങ്ങപ്പുറത്തേക്കും അതേമാതിരി തിരിക്കുക. ഈ കാലിൻ്റെ മേലേക്ക് വെച്ചിട്ട് തിരിക്കുക, മെല്ലെ തിരിച്ചു കൊടുക്കുക. തിരിച്ചിട്ട് എന്താക്കും, ഇതിങ്ങനെ കണ്ട് വലിക്കും. അപ്പോൾ ഇതെന്തായി, കിട്ടി. ഇത് ഫുള്ള് ഇങ്ങോട്ട് വലിച്ചു. എന്നിട്ട് ഇവിടെ എന്താക്കുന്നു, കിടത്തുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കുറച്ച് സെൻട്രൽ അല്ലാതായിട്ടുണ്ട്. അതനുസരിച്ച് പിന്നെ എന്താക്കുക, ജസ്റ്റ് ഒന്ന് എന്താക്കിയാൽ മതി, ഒന്ന് അങ്ങോട്ട് കൊണ്ട് വലിച്ച് കിടത്തിയാൽ മതി. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊന്തിക്കുക. ഇതൊക്കെ ഒന്ന് ഇത് ഇവിടെ വലിച്ചാൽ മതി, ഇവിടെ വലിച്ചാൽ മതി, അവിടെ വലിച്ചാൽ മതി. വല്ല പൊന്തിച്ചോളി. ആ, തലഭാഗം ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. നിങ്ങൾ തലഭാഗം പൊന്തിച്ചു കൊടുക്കി. ആ, നിങ്ങൾ വലിച്ചോളി. നന്നായിട്ട് വലിച്ചോളി, നിങ്ങൾ ബേജാറാണ്ട. ആ മതി, ഓക്കെ ഓക്കെ. ആ, എന്നിട്ട് ഇതൊക്കെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇത് ഇങ്ങോട്ടും കുറച്ച് കുറവുണ്ട്, ഇങ്ങോട്ട് കുറവുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് മൊത്തം ഒന്ന് വലിച്ചാൽ മതി. ഇത് വെച്ചോടത്തുള്ള ചെറിയ പയവാണ്. ഇനി മൂപ്പരെ വല്ലാണ്ട് ഇത്രേ ഉള്ളൂ. ഇതിങ്ങനെ കെടുത്തി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ ഇപ്പോൾ ചില ആൾക്കാർ നിസ്കരിക്കാൻ കിടത്തുന്നവർ ഇങ്ങനെ കെടുത്തു, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ചില ആൾക്കാർ എന്താ പറയുക, ഒരു അരയുടുപ്പൊക്കെ കെട്ടി സെറ്റാക്കും, അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇനി വലത്തുനിന്ന് ഇടത്തോട്ട് ചുറ്റണോ ഇടത്തുനിന്ന് വലത്തോട്ട് ചുറ്റണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും വലത്തുനിന്ന് ഇടത്തേക്കാണ് എന്താക്കല് ചെയ്യാറുള്ളത്. ഇനി ഒരാൾ ഇങ്ങനെ ചുറ്റി എന്നുള്ളത് കൊണ്ട് എന്തല്ല, അതൊരു പ്രശ്നമുള്ള കാര്യമില്ല, അതിന് തല്ലുംപിടി ഏൽക്കാൻ മാത്രം വിഷയമില്ല. അപ്പോൾ നമ്മൾ എന്താക്കുന്ന വെച്ചാൽ ഈ മുണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഇത് നല്ല മുണ്ടാണ്, ആദ്യത്തെ മുണ്ട് ഒഴിവാക്കി നല്ല മുണ്ടാണ്. എന്നിട്ട് എന്താക്കുന്നു, ഇങ്ങനെ ചുറ്റുന്നു. എന്നിട്ട് മറ്റേതും എന്താക്കും, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചിട്ട് എന്താക്കുക, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് വല്ലാണ്ട് വലിക്കുക. തന്നെയല്ലേ? ഇതിങ്ങനെ വല്ലാണ്ട് വലിച്ചു കൊടുത്താൽ കണ്ട്. എന്നിട്ട് ഇതാ ഇനി ഇത് ഇങ്ങോട്ട് തന്നെ വെച്ചോളി, പ്രശ്നമൊന്നുമില്ല. ഇത് നന്നായിട്ട് എന്താക്കണം, വലിക്കണം, അങ്ങോട്ട് വലിക്കുക. നിങ്ങൾ ബേജാറാണ് കേട്ടോ, ഇഞ്ഞാണ് വലി. ഇതൊക്കെയാണ്. ഇത് എന്താക്കണം, ഇതിൽ ഇങ്ങോട്ട് വലിക്കണം. ഇനി ഇതാക്കില്ലേ, ഇനി ഇതൊക്കെയാണ്. മാക്സിമം എത്ര വലിക്കാൻ പറ്റുമോ ടൈറ്റ് ആക്കിയിട്ട് എന്താക്കുക, വലിച്ചിട്ട് കാലിൻ്റെ അടിയിൽ കൂടെ ഇങ്ങോട്ട് ചുറ്റി വെക്കുക. ഓക്കെ, ഇത് പിടിച്ചോളി, വലിച്ചോളി, നല്ല വലിക്കണം, വലിച്ചു ചുറ്റണം. ഓക്കെ, ഇത് തലൻ്റെ അടിയിൽ കൂടെ എന്താക്കണം, നന്നായിട്ട് വലിക്കണം. അതുപോലെ തന്നെ ഇനി ഇതേപോലെ എന്താക്കുക, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടും നന്നായിട്ട് വലിച്ചോളി. വലിച്ചടിയിൽ കൂടെ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ വലിച്ചത് ഇതിവിടെ ശീല കുറവായതുകൊണ്ടാണ്, ആ പ്രശ്നമില്ല. എങ്ങനെ വലിക്കുക. ഓക്കെ, ഇത് ഒരാൾ പറ്റിയ വരി, ഇത് ടൈറ്റാക്കി വലിക്കണം, ഇത് ലൂസാകരുത്. ഇല്ല, ആള് പ്രശ്നമൊന്നുമില്ല, അതൊന്നും സംഭവിക്കില്ല. എന്നിട്ട് ഇതെങ്ങനെ ഇതിന്റെ അടിയിൽ കൂടെ വലിച്ചോളി. ഇത് നന്നാക്കി വലിക്കണം, നിങ്ങൾ വെക്കല്ലേ, നന്നാക്കി വലിച്ചോളിന്ന്, ഉള്ളിൽ കൂടെ വലിക്ക്, നിങ്ങൾ വലിച്ചോളിന്ന്. ഇതിലിപ്പോ എന്താ ബേജാറാകാൻ. ഇനി ഇതൊക്കെയാണ്. ഇത് എന്താക്കുന്നു, അതേമാതിരി ഇങ്ങോട്ട് ഇതാ. അത് തുമ്പ് കുറച്ച് അങ്ങേപ്പുറത്തായതുകൊണ്ടുള്ള പ്രശ്നമാണ്. അത് പ്രശ്നമില്ല. ഇത് ഇങ്ങനെ വലിക്കുന്നു. ഇതേപോലെ ഇങ്ങോട്ടും എന്താക്കുന്നു, നന്നാക്കി വലിക്കണം, നിങ്ങൾ വലിച്ചണില്ല, ആ ശ്വാസം പോവില്ല, നിങ്ങൾ ബേജാറായില്ലേ. എന്നിട്ട് അല്ല, ഇതാണ് ആദ്യം. ഇത് ഇങ്ങനെ എന്താക്കുന്നു, അതിൻ്റെ ആവശ്യമില്ല എന്ന്. ഇല്ല, ഒഴിവാക്കണ്ട, നിങ്ങൾ പേടിച്ചല്ലേ. അപ്പൊ ഈ രൂപത്തിൽ ഞാൻ എന്താക്കുന്നു, ഇവിടെയും നമ്മൾ പൊതിഞ്ഞെക്കും. ഇനി അതൊക്കെയാണ് ആ സാധനം നടുത്തത്, മൂപ്പർക്ക് ശ്വാസം കിട്ടും. ഇവിടെ ലൂസാണ്, കുറച്ചും കൂടി മേൽക്ക് വെച്ചിട്ട് ഇതൊക്കെയാണ്. ഇതിവിടെ എന്താക്കുന്നു, നമ്മൾ നന്നാക്കി കെട്ടും. അതേമാതിരി ആ ശീലെടുത്തോളി. ഇത് കഴിച്ചാൻ പറ്റിയ കോലത്തിൽ എന്താക്കുക, കെട്ടുക.
അങ്ങനൊന്നുമില്ല. ഇതവിടെ കെട്ടി. ഇനി ഇതേപോലെ തന്നെ എന്ത് ഇത് കുറച്ച് നീളമുണ്ട്, മണി എന്താക്കുക ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇവിടെ എന്താക്കുന്നു തൽക്കാലം ഈ പറഞ്ഞ പോലെ തന്നെ 2 ചുറ്റു ചുറ്റിയിട്ട് കഴിച്ചാൻ പറ്റുന്ന കോലത്തിൽ കെട്ടുക. ഓക്കെ, ഇനി ഇതേപോലെ അവിടെയും കെട്ടുക. അത് വലിച്ചു പിടിച്ചിട്ട് ഇത് പിടിച്ചിട്ട് വലിച്ചു പിടിച്ചിട്ട് ഇത് ലൂസാകാനാക്കരുത്. അതാണ് അതിൻ്റെ കണക്ക്. ലൂസായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് കയ്യും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങും. കൊണ്ടുപോണ സമയത്ത് ഇത് കെട്ടി ലൂസാവും. അപ്പൊ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് എന്താവും. ഇതിപ്പോ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായതുകൊണ്ട് ടൈറ്റ് ആകാത്ത ഇവർക്കൊരു ബേജാറുണ്ടാവും. അപ്പൊ ഓക്കെ, ഇതാണ് കോലം കഴിഞ്ഞ്. ഇതോടുകൂടി നമ്മൾ എന്ത് കഴിഞ്ഞിട്ടുണ്ട്? മയ്യത്ത് കുളിപ്പിക്കലും കഫൻ ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇനി വേറെ വലിയ മനുഷ്യനാണ്, ഇത് നീങ്ങാൻ സാധ്യത ഉണ്ട്, നിങ്ങൾക്ക് എന്താക്കാം കെട്ടിക്കോളി, ഇവിടെ ഒരു കെട്ടട്ടിക്കോളി, ഇവിടെ ഒരു കെട്ടട്ടിക്കോളി. ഇനി ഇത് ഇങ്ങനെ തന്നെ കെട്ടണമെന്നില്ല. ഇത് വേണമെങ്കിൽ എന്താക്കുക ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി വെച്ചിട്ട് എന്താക്കുക അങ്ങനെയും കെട്ടാം. ഇനി നമുക്കിത് കെട്ടയച്ചു കൊടുക്കാം ഇവിടെ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ കാണിച്ചു കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഇത്ര തന്നെ ചെയ്യുള്ളൂ. ഇതാ ഒന്നിച്ച് കഴിച്ചില്ല. ഇതാ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കാണാൻ വീഡിയോ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുണ്ട്, നിങ്ങള് ഇങ്ങനെ ഇതൊക്കെ മതി. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ ഈ സാധനം ഇവിടുന്ന് ഇതൊക്കെയാൽ മതി. വീണ്ടും ഇങ്ങോട്ടും ആയിട്ട് ടൈറ്റാക്കി കൊടുക്കുക. ഈ രൂപത്തിലാണ് എന്താക്കുക. ഇത്രേ ഉള്ളൂ. ഇതിനാണ് ഭയങ്കര സംഭവിച്ചത് എന്താക്കല്. കാട്ടിക്കൂട്ടലുകളും കുറേ സാധനങ്ങളും ഇതിലുണ്ടാവും. ഒന്നുമില്ല. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാല് ഇതിൽ നമ്മളെ സന്നദ്ധതയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ചെയ്യാനുള്ള ഇതിൽ ധൈര്യക്കുറവിന്റെ പ്രശ്നമില്ല, ഒന്നും ഇതിലില്ല. അതേ സമയത്ത് ചെയ്യാം എന്നുള്ളൊരു എന്ത് വേണം, ഒരു സന്നദ്ധത ചെയ്യാനുള്ള. കാരണം ഇതിന് നമുക്ക് കുറേ കൂലിട്ടുന്ന ഏർപ്പാടാണ് പഠിച്ചവൻ്റെ അടുത്ത്. ആ നിലക്ക് തന്നെ നമ്മളിത് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ശരീരഭാഗങ്ങളിൽ ചില അയബുകൾ ഒക്കെ കണ്ടെന്ന് വരും. അത് നമ്മളൊരു മനുഷ്യനോട് എന്താക്കാൻ പാടില്ല, പറയാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ ന്യൂനതകളൊക്കെ കണ്ടെന്ന് വരും ശരീരത്തിലൊക്കെ. അതൊന്നും എന്താൻ പാടില്ല, ആൾക്കാരോട് പറയാൻ പാടില്ല. ഇനി പറയാൻ പറ്റും ആരുടേതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ദുനിയാവിൽ ഭയങ്കര ഗുരുത്തക്കടൊക്കെ കളിച്ച് നടന്നതിൻ്റെ ആളേന്. അങ്ങനത്തെ ഒരാളുടെ എന്തെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടാ ഓനെ ഉണ്ടല്ലോ മറ്റോനെ ഓനെ കുളിപ്പിക്കുന്ന കാലത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഇനി വെറുതെ ഇജ്ജൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, അങ്ങനെ നടക്കാൻ നിൽക്കണ്ട, എനിക്കും ചിലപ്പോൾ എന്തായി തരും പഠിച്ചോൻ്റെ ഒക്കെ അങ്ങനെയൊക്കെ വന്നു വരും എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി നമ്മളെ അടിച്ചിട്ട് കൊടുക്കുക. എല്ലാം തഞ്ഞപ്പോ ആ ഏൽസ് പഞ്ച് വേറെ ഒന്നും ചെയ്യാനില്ല. ആ ഏൽസോടെ വെക്കാൻ എന്തായാലും പറ്റൂല. അതും പാടേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഓനൊരു വിജയിതായി അരച്ചക്കാണ്ട് നിസ്കരിച്ചാൽ പിന്നെ ഉണ്ടാവും. ഇനി ഞാൻ ഏൽസ് എടുക്കണോന്ന് അറിഞ്ഞോട് കൂടി എന്താവും. അപ്പോ ആ വിഷയത്തിൽ എന്താക്കുക, അതാണ് അതിൽ ചെയ്യാനുള്ളത്. ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതാ പറഞ്ഞ മയ്യത്ത് കുളിപ്പിക്കൽ അത്ര വലിയൊരു സമയം പിടിക്കണ സംഭവമല്ല. ഇനി എന്താക്കുക, നേരെ നമുക്ക് പൈപ്പിൽ നിന്ന് കുളിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓസിട്ട് കുളിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇതിനെന്താക്കേണ്ട ആവശ്യമില്ല. അതായത് നല്ല മറ്റേ സ്പ്രേ പൈപ്പ് ഉണ്ടാവും, അതിങ്ങനെ വെച്ചാണ്ട് ഇങ്ങനെ സുന്ദരമായിട്ട് എന്താക്കുക കുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മേത്തേക്ക് പോലും ഒരു തുള്ളി വെള്ളം പോലും ആവൂല. അത് ഈ 3 കിണ്ടി 3 കുടം 3 പാട്ടാന്നൊക്കെ പറയണ്ട. ഈ 3 കണക്കാക്കാനാ. ഒരു കിണ്ടിയാണ് പാർന്നു കഴിഞ്ഞാൽ അടുത്ത കിണ്ടി എന്നുള്ള ആണ്. അതിന്റെ ആവശ്യമില്ല. അത് മതി. അതായത് നമ്മൾ ആദ്യം വെള്ളം പാർന്നോടുകൂടി തന്നെ എന്തായി, ഒന്നായി. സോപ്പ് വെച്ച് കഴുകുക എന്നുള്ള എന്താണ്, മേത്തിന് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോകാൻ വേണ്ടി മാത്രം. ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നാണ് പാർന്നോടുകൂടി രണ്ടാമത്തതുമായി. നമ്മൾ സാധാരണ കുളിക്കൂലേ, ജനാപത്ത് കുളിക്കണില്ലേ, ഇത് സാധു ഒറ്റക്ക് കുളിക്കൂല മരിച്ചാളായതുകൊണ്ട്. നമ്മളെന്താക്കുന്നു, കുളിപ്പിക്കുന്നു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അത് അവസാനം ഉണ്ടല്ലോ പാരനുണ്ടല്ലോ, 2 സൈഡിലും പാരുന്നു. ആ അവസാനത്തെ പാരലാണ് എന്താക്കുന്നത്, കർപ്പൂരത്തിന്റെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീകളിൽ കർമ്മത്തിൽ കൂടുതലുള്ള എന്താ വെച്ചാൽ ഓലെ മുടി എന്താക്കും, മടഞ്ഞിടും. 3 ഭാഗത്തേക്ക് കൈകൊണ്ട് മടഞ്ഞിടണം. പിന്നെ അതുപോലെ തന്നെ ഒരു ഹദീസിൽ ഉണ്ട് 5 കഷ്ണം തുണി എന്നുണ്ട്. അപ്പൊ 5 കഷ്ണം തുണി ഹദീസ് ലൈഫാണ്. അതെ, അവർക്ക് എന്താ ഓലെ സംബന്ധിച്ചിടത്തോളം നിസ്കാര കുപ്പായം, അതുപോലെ തന്നെ ഓലെ
മക്കനെയും എന്താക്കും, ധരിപ്പിക്കും. അതിന് പുറമെ ഇങ്ങനത്തെ 3 എന്നാണ്. അപ്പൊ എന്തായി, മൊത്തം 5 എന്നാണ് പറയാറുള്ളത്. അപ്പൊ ആ നിസ്കാര കുപ്പായ ഇടിപ്പിച്ചുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയിൻ്റെ ഉള്ളിൽ കൂടെ ഇടിച്ചാൽ നിർബന്ധമൊന്നുമില്ല. നേരെ എന്താക്കിയാൽ മതി, ഇങ്ങനെ കയറ്റി കൊടുത്താൽ മതി. മയ്യത്തിന് ജനാപത്തുണ്ടെങ്കിൽ കുളിപ്പിച്ചുമ്പോ തന്നെ എന്തായിക്കോളും, പൊയ്ക്കോളും. അതിന് വേറെ നീയത്തൊക്കെ ഉണ്ട് ആവശ്യമില്ല. എങ്ങനെ ഭർത്താവിന് സഹായിയായിട്ട് പെമ്മക്കളെയോ അല്ലെങ്കിൽ ഭാര്യന്റെ ഉമ്മനെയൊക്കെ വിളിക്കാം, പറ്റില്ല. അതായത് 7 വയസ്സ് കഴിഞ്ഞ് ഒരാളാണെങ്കിൽ, 7 വയസ്സ് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ 8ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചാൽ, ഇത് ഏത് വയസ്സാന്ന് വെച്ച് കഴിഞ്ഞാൽ അറബി മാസമാണ്, ഇംഗ്ലീഷ് അല്ല. 8ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ച ആൺകുട്ടിയുടെ മയ്യത്ത് ഒരു പെണ്ണിനും കുളിപ്പിക്കാൻ പറ്റില്ല, പെൺകുട്ടിയുടെ മയ്യത്ത് ഒരു ആണിനും കുളിപ്പിക്കാൻ പറ്റില്ല. അതേ സമയത്ത് 7 വയസ്സിൽ ആണുള്ളത്, 7 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആണിനും പെണ്ണിനൊക്കെ കുളിപ്പിക്കാം. കാരണം അവർക്ക് ഔറത്തില്ല എന്നാണ്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്. സ്വന്തം ബാപ്പയാണെങ്കിൽ പോലും 7 വയസ്സ് കഴിഞ്ഞിങ്ങനെ എന്താക്കാൻ പറ്റില്ല, മകളെ കുളിപ്പിക്കാൻ പറ്റില്ല. സ്വന്തം ഉമ്മയാണെങ്കിൽ പോലും 7 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മകനെ കുളിപ്പിക്കാൻ പറ്റൂല. മനസ്സിലാണ്ടോ? പിന്നെ ഇതില് ചർച്ചയിൽ എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു പെണ്ണ് മരിച്ചു, കുറെ ആണുങ്ങളുടെ ഇടയിൽ നിന്നാണ് മരിച്ചത്. ഈ പറഞ്ഞ പോലെ മെഹറമുകളായ ആളുകളൊന്നും ഇല്ല, മെഹറം പറഞ്ഞ ഭർത്താവില്ല എങ്കിൽ പിന്നെ ഈ പറഞ്ഞ പണ്ഡിതന്മാര് പറഞ്ഞ് ഓളക്ക് വേണ്ടി എന്താക്കുക, തേമ്മം ചെയ്ത് കൊടുത്തേക്കാണ്ട് എന്താക്കിയാൽ മതി, മറ ചെയ്താൽ മതി, കുളിപ്പിച്ചെന്നെ വേണ്ടെന്നാണ്. അതേപോലെ കുറെ പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാണ് മരിച്ചു, ഈ ആണിന്റെ ശരീരം കുളിപ്പിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഇല്ല എങ്കിൽ ഇയാൾക്ക് തേമ്മം ചെയ്തിട്ട് എന്താക്കുക എന്നുള്ളതാണ്, മറ ചെയ്യാന്ന്, കുളിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ആ ആ ആ സോപ്പേക്കല്ല, സോപ്പേക്ക് ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ കാണിച്ചു തന്നത്, ആദ്യം സോപ്പ് വെച്ചിട്ട് എന്താക്കിയിട്ടുണ്ട്, ഫസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച കണ്ട് കുളിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളിലാണ് എന്താക്കേണ്ടത്, പ്രശ്നമില്ല. അപ്പൊ അതോടെ ശരീരത്തിൽ മൊത്തം എന്തായി, കർപ്പൂരാവും. എന്നിട്ട് എന്താക്കുന്നു, സോപ്പ് എടുത്തക്കാണ്ട് ഇടത്തെ സൈഡ് എന്താക്കുന്നു, ഒന്നായി. പിന്നെ നമ്മൾ രണ്ടാമത് എന്താക്കുന്നു, അതെ അതെ 3 പ്രാവശ്യം. അതായത് ഒരു പ്രാവശ്യം ഒഴിക്കുന്നതോട് കൂടി ഒന്നായി, വലത്തെ സൈഡിക്ക്. എന്നിട്ട് നമ്മൾ എന്താക്കുന്നു, സോപ്പ് ഒന്നായിട്ട് തേച്ചു. അതോടുകൂടി എന്തായി, ആ ഒന്നിന്റെ ഉള്ളിലാണ് ആ സോപ്പൊക്കെ തേച്ചത്, തിരിഞ്ഞില്ലേ? എന്നിട്ട് വീണ്ടും എന്താക്കുന്നു, നമ്മൾ ഇതിന്റെ ഇങ്ങേപ്പുറത്തേക്ക് വെല്ലം മറിച്ചിട്ട് എന്താക്കുന്നു, ഇങ്ങേപ്പുറത്തും സോപ്പ് തേച്ചു. അപ്പോൾ രണ്ടിടത്തും ഒന്നിന്റെ ഉള്ളിൽ ഇപ്പൊ മൊത്തം എന്തായി കഴിഞ്ഞിട്ടുണ്ട്, സോപ്പ് തേച്ച് കഴിഞ്ഞു. ഇനി രണ്ടാമത്തതിൽ എന്താക്കുന്നു, ആ സോപ്പ് മൊത്തം നീക്കി കളയാണ് ചെയ്യേണ്ടത്. അപ്പൊ ചിലപ്പോ 2 എന്താവൂല, പൊയ്ക്കൊള്ളണമെന്നില്ല, 3 എന്താക്കും, നമ്മൾ അവിടെ തന്നെ പാരും. അതന്നെ സോപ്പ്, അതായത് അത് സോപ്പ് പോകാൻ എന്ത് ചെയ്യണം, അത് ചെയ്യണമെന്ന് ആദ്യം തന്നെ സോപ്പ് തേച്ച് വരച്ചിക്കണ്. വെള്ളം പാർന്നാൽ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ തന്നെ ചില ആൾക്കാർക്ക് രോമം ഉണ്ടാവും, ചില ആൾക്കാരുടെ ശരീരത്തിൽ രോമം ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ എന്താക്കേണ്ടി വരും, ഇത് വരച്ചാലേ രോമത്തിന്റെ ഉള്ളിൽ നിന്ന് പോരുള്ളൂ, ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എന്താക്കണം, അവിടെയാണ് പറഞ്ഞത്, ആ 3-ല് ശരിയായില്ല എന്നെന്താക്കണം, 5-ക്ക് കയറും, 5-ല് ശരിയാണില്ല 7-ക്ക് കയറും. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടുള്ളൂ. അങ്ങനൊക്കെ കഴിഞ്ഞ അവസാനത്തെ പാരല് പാരുമ്പോ എന്താക്കുന്നു, കർപ്പൂര വെള്ളം പാർന്നെടുക്കുന്നു. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ ഫസ്റ്റ് ചെയ്ത പോലെ കർപ്പൂര വെള്ളം പാരണാൻ വേണ്ടി മാത്രം എന്താക്കാം, വലത്തെ ഭാഗത്ത് ഇങ്ങനെ പാര. അത് കഴിഞ്ഞ് നേരെ തിരിച്ചിട്ട് ഇടത്തെ ഭാഗത്തും പാരിന്റെ രൂപത്തിലേക്ക് ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെച്ചാൽ ഈ കൺഫ്യൂഷനൊക്കെ എന്താവും, തീരും. എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോ നേരത്തെ പറഞ്ഞ മാതിരി 2-ല് കഴിഞ്ഞില്ല എന്ന് ഉറപ്പായി, 4 പ്രാവശ്യം പാർന്നു, ഒക്കെ കഴിഞ്ഞിട്ട് 5-ാമത്തെ പ്രാവശ്യം വലത്തെ ഭാഗത്തേക്ക് തിരിച്ചു. എന്നിട്ട് വലത്തോട്ട് പാർന്നു, ഇടത്തെ ഭാഗത്തേക്ക് തിരിക്കുന്നു, ഇടത്തെ ഭാഗത്ത് ഒന്നിച്ചോട് പാരുന്നു. അതോടുകൂടി എന്തായി, 5 മുതൽ അവസാനിച്ചു. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം, കുളിപ്പിച്ച് കഴിഞ്ഞ് തോർത്തിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം വല്ല മലമോ മറ്റോ എന്തെങ്കിലും വന്നു എങ്കിൽ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല, എന്ന് കഴുകി കളഞ്ഞാൽ മതി. കുളിപ്പിക്കുന്നതിനിടയിൽ വന്നാൽ വീണ്ടും എന്താക്കണം, കുളിപ്പിക്കണം. കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. കഫൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വന്നാലും പ്രശ്നമില്ല. ഇനി കഫൻ പുടവയിൽ എന്തെങ്കിലും ഐറ്റുണ്ട് തോന്നണമെങ്കിൽ അത് പുറത്തേക്ക് കാണണമെങ്കിൽ 2 ശീലം കൂടി ഏറെ എന്താക്കിയാൽ മതി. ഇനി അത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ തന്നെ എന്താക്കാം, തിരിഞ്ഞോ, ഈ രൂപം ആണ് അതിലെന്താക്കേണ്ടതുള്ളൂ, സ്വീകരിക്കേണ്ടതുള്ളൂ എന്ന്.
ഇല്ല, അവിടെ തേമം ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ മേൽക്കൂടെ എന്താക്കുക, വെള്ളം പാർന്നാൽ ആ പ്രശ്നം കഴിഞ്ഞു. അതിൽ കൂടെ തന്നെയാണ് കഴുകി കൊടുക്കുക. എന്നാൽ പിന്നെ തേമം ചെയ്യേണ്ട ആവശ്യമില്ല. തേമം എപ്പോഴാണ് ചെയ്യുക വെച്ചാൽ ഇവിടെ തടവാനും ഇതിനും കഴിയാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത്, ചിലത് എന്താക്കാൻ പറ്റൂല, അതിനും കഴിയില്ല. ഈ പൊള്ളലൊക്കെ വന്ന കണ്ട് മുറിവായതാണെന്നുണ്ടെങ്കിൽ ഒന്നിനും കഴിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ മാത്രമാണ് എന്തുള്ളൂ, കഴുകാൻ പറ്റുന്ന ഭാഗങ്ങൾ മൊത്തം എന്താക്കുന്നു, കഴുകുന്നു. ബാക്കിയുള്ളത് സാധാരണ നമ്മൾ എങ്ങനെയാണോ തേമം ചെയ്യുന്ന അന്ന പോലെ ഒന്നിങ്ങനെ ഒരു പൊടി കൊണ്ട് തന്നെ അടുപ്പിച്ചിട്ട് നമ്മളെ കൈ കൊണ്ട് അടിക്കുന്നു. എന്നിട്ട് അതിന്റെ കൈമേൽ മാക്കുണ്ടാവും, അതുണ്ടാവും. അതിനേക്കാളൊക്കെ പ്രയാസമാണ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞ ഉടനെ മരിച്ച ആളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബൈപ്പാസ് സർജറി കഴിഞ്ഞ ഉടനെ മരിച്ച ആളാണെന്നുണ്ടെങ്കിൽ മേത്തിഞ്ഞ് കീറാത്ത സ്ഥലമൊന്നും ഉണ്ടാവില്ല. കാരണം മുട്ടിന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ഇവിടുന്ന് ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ആകെ എന്തായിട്ടുണ്ടാവും, മൊത്തം മനുഷ്യനെ പൊളിച്ചക്കാണ്ട് ചെയ്യുന്ന ഏർപ്പാടാണിത് എന്നുള്ളതിലേക്ക്. ആ അപ്പൊ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഉണ്ടാവുമ്പോ ഒക്കെ അതിനനുസരിച്ച് എന്താക്കുക, അതൊക്കെ നമുക്ക് അപ്പം ഉണ്ടാകലാണ്. അതിങ്ങനെ ആദ്യം ഈ പറഞ്ഞ മാതിരി ഒരു ഇതില്ലാതെ ഉള്ള സാധനം കുളിപ്പിച്ച് പരിചയപ്പെട്ട് വരുമ്പോ പിന്നെ അതിനനുസരിച്ച് ഇങ്ങനെ ശരിയാവും. ഇത് ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല ഇതില്, നമ്മളിത് പ്രാക്ടിക്കലായി ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞത്ര പോലും നേരം പിടിക്കൂല എന്തിന്, കുളിപ്പിക്കാൻ. ഇല്ല, അതായത് ശരീരഭാഗങ്ങൾ അടർന്നു വീഴാത്ത രൂപത്തിലേ എന്താക്കാൻ പറ്റുള്ളൂ, ചെയ്താൽ മതി. അതൊന്നും മേത്തൊന്നും വല്ലാതെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല പോസ്റ്റ്മോർട്ടം കഴിഞ്ഞും ചെയ്തുക്കും. അപ്പൊ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒന്ന് വെറുതെ വെള്ളം ഇങ്ങനെ ഒരു പാരലേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് എന്താക്കും, ഇങ്ങനെ മെല്ലണ്ട് ഒപ്പിയെടുക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അള്ളാഹു ആലം. നിങ്ങൾ ഈ മൊഹസലിയിലൊക്കെ പോയി നോക്കിയേ, 10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞാൽ പാക്കാക്കിയിട്ട് തരും. അത് കാരണം എന്താ വെച്ചാൽ ഇവിടെ കുളിപ്പിക്കുന്ന ആളുകൾ ആരും എന്തല്ല, ഈ ആലിമീങ്ങളല്ല, നാടന്മാരാണ്. അപ്പൊ ഓൽക്ക് ഈ വിശ്വാസം എന്താവൂല, തീരൂല. അങ്ങനെ വെച്ച് ഓരോ വിരലുമലും മറ്റെന്താ പറയാ മുസ്വാക്കേറ്റ് പോയിക്കാണ്ട് ഇങ്ങനെ വരുതി ഉണ്ടാക്കി 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 ഒക്കെ ജസ്റ്റ് എന്താക്കേണ്ടുള്ളൂ. ചളിയും മണ്ണും നിറഞ്ഞു കിടക്കണുണ്ടെങ്കിൽ എന്താക്കണം, അതിന് ഇതാക്കണം. പിന്നെ ചിലപ്പോൾ ചില കഫംപട വാങ്ങി കഴിഞ്ഞാൽ പല്ലുകുത്തി വരെ ഉണ്ടാവും. അപ്പൊ എന്തിനാ വെച്ചാൽ പല്ലിന്റെ ഉള്ളിലൊക്കെ നന്നാക്കാനാണ്. ഇതൊക്കെ ഓരോ നന്നാക്കി കുത്തിർന്നാലും എന്താവൂല, 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചോളം മാക്സിമം എന്തേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന്, അതും വെള്ളം കൂട്ടാതെ എന്താക്കാനാ പറഞ്ഞത്. എന്നിട്ട് ശീലം എന്തെങ്കിലും വിരലുമ്പ ചുറ്റിട്ട് തോണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പോരും. അതത്രേ ഉള്ളൂ. അങ്ങനെ പഞ്ഞിന്റെ പരിപാടി പറഞ്ഞു, ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ എന്താക്കേണ്ട ആവശ്യമില്ല, ആ സാധനത്തിന്റെ ആവശ്യമില്ല. അത് ഉണ്ട് സംഭവം, ഫിഖിലങ്ങനെ കാണും. അപ്പൊ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ എന്ത് ഇപ്പൊ ചന്തിന്റെ ഈ ഗ്യാപ്പില് എന്തെങ്കിലും പുറത്ത് വരാൻ സാധ്യതയുണ്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്താക്കാം, വെക്കാം, അതിന് പ്രശ്നമില്ല. അല്ലാതെ ഈ പറഞ്ഞ സന്ധികളിലെല്ലാം പഞ്ഞിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഒക്കെ അതേമാതിരി. കാരണം മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മൊത്തം, അതായത് സെയിലുൽ മായി അല ജമീഇൽ ബദൻ എന്നാണ് പണ്ഡിതന്മാർ പറയുക. ശരീരത്തിലൂടെ മൊത്തം എന്താകണം, വെള്ളം ഒഴിക്കുക എന്നാണ് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാലുള്ളൂ. ശരീരത്തിൽ മൊത്തം വെള്ളമായി കഴിഞ്ഞാൽ കുളി എന്തായിട്ടുണ്ട്, ശരിയായിട്ടുണ്ട്. അത് നിങ്ങൾ മറിച്ചിട്ടുകാണ്ട് കുളിപ്പിച്ചിട്ടില്ലെങ്കിലും തിരിച്ചിട്ട് കുളിപ്പിച്ചിട്ടില്ലെങ്കിലും ശരീരം മൊത്തത്തിലായിട്ടുണ്ടോ വെള്ളം, എന്നാൽ കുളി എന്തായിട്ടുണ്ട്, ശരിയായിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെ കമിഴ്ത്തി കടത്തി കുളിപ്പിക്കലില്ല, ഇല്ല. ആ ഈ സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ പ്രായപൂർത്തിയാകാതെ മരിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓലെ പ്രസവത്തിൽ മരിച്ച കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജനിച്ച സമയത്ത് ജീവനുണ്ട് എങ്കിൽ മാത്രമാണ് കുളിപ്പിക്കൽ നിർബന്ധമുള്ളൂ. അതേസമയം കുട്ടിയുടെ രൂപമായിട്ടുണ്ടെങ്കിൽ കുളിപ്പിക്കുന്നത് നല്ലതാണ്. എന്താക്കുക, അവർക്ക് വേണ്ടി നിസ്കരിക്കുന്നതും നല്ലതാണ്, ഒരു പേരിടലൊക്കെ നല്ലതാണ്. പറ്റുന്നുണ്ടെങ്കിൽ അക്കീക്ക് ഇറക്കാതാണ് ആ കുട്ടിക്കും വേണ്ടി. അതൊക്കെ എന്തിൽ വന്നാണ്, ഹദീസുകളിൽ വന്നതാണ്. എന്നാൽ അതെന്തില്ല, നിർബന്ധമില്ല എന്നതാണ് നല്ലത് എന്ന് പറയാൻ കാരണം. നമ്മൾ മറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നിസ്കരിച്ചിട്ട് ഞാൻ പ്രശ്നമില്ല എന്നാണ് മറ ചെയ്ത് പോകുന്ന കഴിഞ്ഞാൽ പിന്നെന്താവും, കണ്ടോ വരെ പൂച്ചക്കുട്ടി ചത്തമാതിരി കൊണ്ടേക്കാണ്ട് കുഴിച്ചിട്ടിട്ട് പോകുന്നതാണ്. പിന്നെ അതൊരു മനസ്സിലെപ്പോഴും അതിന് ഒരു വസ്വാസിനെ നമ്മൾ എന്താക്കണ്ട, വഴി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് എന്തുണ്ട്, നമുക്കത് ചെയ്യണീന് തെറ്റൊന്നും
ഇല്ല. അല്ലെങ്കിൽ പിന്നെ അത്ര കണ്ടെന്ത് വേണം, ഇൽമു ഈമാനൊക്കെ ഉള്ള ആൾക്കാർ വേണം ചുറ്റോടിറ്റും. എന്നാ പിന്നെ അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരറിവറ്റില്ലേനു, അറിവില്ല എന്നുള്ള അറിവില്ലാത്തതാണ് നമ്മളേറ്റവും വലിയ പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്താണ് അവസാനത്തെ വെള്ളത്തിൽ എന്താക്കുക, കർപ്പൂരമാക്കുക എന്ന് പറഞ്ഞു. അപ്പൊ സുന്നത്താണ്. കാഫൂർ തന്നെ വന്നിട്ടുണ്ട്. ഈ കർപ്പൂരത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, കർപ്പൂരം ഇട്ട് കഴിഞ്ഞാൽ ഇതിക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ പെട്ടെന്ന് ജന്തുക്കളുടെ ഉപദ്രവം ഉണ്ടാവില്ല. കർപ്പൂരത്തിന്റെ പ്രത്യേകത അതാണ്, ഒന്നും വരൂല. അപ്പോ ഈ പറഞ്ഞ ഇപ്പൊ ഞാൻ ഖബറിൽ കൊണ്ടുപോയി വെച്ചാലും സ്വാഭാവികമായിട്ട് ഈ പാറ്റകളും ഇതൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് വരൂല എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം, വേറെ ഒന്നുമില്ല. ഇത് ഈ പറഞ്ഞ ഇത് കണ്ടില്ല, ഇത് നമ്മളിത് കുറച്ചു നേരം പൂട്ടി വെച്ചിട്ടുള്ളൂ. ഞാൻ തുറന്നപ്പോ കണ്ടില്ല അതിന്റെ ആ സ്മെല്ലുണ്ട് വന്നത്, ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, വേറെ ഒന്നുമില്ല. ഏനെ തോത്തണം ഒക്കെ നമ്മള് പറഞ്ഞു. തോത്തി കൊടുക്കണം, മുടി വാർന്നു കൊടുക്കണം, താടിയുള്ള ആളിന് താടി ചെയ്യി കൊടുക്കണം. ഒരു പുതിയാപ്പളുടെ ഒരുക്കണ മാതിരി എന്താക്കുക, ഒരുക്കി കൊടുക്കുക. ആക്സിഡന്റ് ആയി കുളിപ്പിക്കാൻ പറ്റാത്തതാണെങ്കിൽ പറ്റണതാണെങ്കിൽ കുളിപ്പിക്കാൻ തന്നെ വേണം. അപ്പൊ നമുക്ക് ആക്സിഡന്റ് ആയിട്ട് ആകെ കിട്ടിയത് ഒരു വിരലാന്ന് വിചാരിക്കുക, ബാക്കിയൊക്കെ പോയിക്കണം. എന്നാ ഈ ഒരു വിരലെന്താക്കണം, കുളിപ്പിച്ച് കഫൻ ചെയ്യണം. ഈ വലിയൊരു തുണി കണ്ട ഒരു എന്താക്കിയാൽ മതി, അത് കൊള്ളണ രൂപത്തിൽ. ആ സമയത്ത് ഒരു വിരൽ ഒരാളുടെ ജീവിതകാലത്ത് മുറിച്ചു കളഞ്ഞു, ഒരു കൈ മുറിച്ചു കളഞ്ഞു, എന്നാ പിന്നെ അതെന്താക്കണ്ട, അത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് അതിന് മയ്യത്ത് സ്കെച്ച് കൊണ്ടുപോയി മറയണ സിസ്റ്റം ഇല്ല. മനസ്സിലായില്ല? അതേ സമയത്ത് ആകെ ഒരു കയ്യാണ് ബാക്കി കിട്ടിയത്, വേറൊന്നും കിട്ടിയില്ല. എന്നാലും എന്താക്കണം, ഒരു വ്യക്തിയെ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ചെയ്യുന്ന രീതിയാണ് അതിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. അല്ലാഹു അഅലം. ഒന്നും പ്രശ്നമില്ല. ചെറുത് മതി സാധാരണ. അതായത് ഇത് കഴുകുന്നു, സാധാരണ എന്താണ് ഒരു മനുഷ്യനെ കുളിപ്പിക്കുന്നത് പോലെ കുളിപ്പിക്കുന്നു. അതിന് പാകത്തൊരു തുണിയിൽ അത് ചുറ്റി വെക്കുന്നു, അതിന് പാകത്തൊരു കുഴിയിൽ എന്താക്കുന്നു, അത് മറവ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിന് വലിയൊരു കബറിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് വേണമെങ്കിൽ ഇതേമാതിരി തന്നെ എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇനിയും എന്താക്കാം. നിങ്ങൾ എന്താക്കണം എന്ന് വെച്ചാൽ സ്വന്തം നിലക്ക് ഇതേമാതിരി ഒന്ന് കുളിപ്പിച്ച് പഠിക്കുക, അതേ നടക്കുള്ളൂ. ഇത് നേർക്ക് വേണ്ടി എന്താ വെച്ചാൽ ശരിക്കും കുളിപ്പിച്ചണോ, എന്നാലും ഇപ്പൊ ഇത് എളുപ്പമുള്ളൂ. കുളിപ്പിച്ച ആളുകൾ കുളിക്കൽ സുന്നത്താണ് വെച്ചാൽ ഹദീസ് ലഈഫാണ്. അതിന്റെ ഉദ്ദേശം എത്ര ഉള്ളൂ, കുളിപ്പിക്കുമ്പോൾ ശരീരത്തേക്കൊക്കെ എന്താ സാധ്യത ഉണ്ട്, നജിസാകാൻ സാധ്യത ഉണ്ട്. അങ്ങനെ നജിസ് അയക്കണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സുന്നത്തല്ല, നിർബന്ധമാണ് കുളിച്ചല്. ആ നിലക്കാണ് അത് പറഞ്ഞിട്ടുള്ളത്. ആ സുന്നത്താണെന്ന് പറയാനുള്ള കാരണം ഈ നിലക്കാണ്. കുളിപ്പിച്ചു കഴിഞ്ഞാൽ ചില സമയത്തെങ്കിലും നമ്മളെ മേത്തുക്കൊക്കെ എന്താവും, അതുകൊണ്ട് കുളിക്കഴിഞ്ഞിപ്പോ ഒരാൾ എന്താക്കിയില്ല, കുളിച്ചില്ല, നേരെ പോയി ഒതുണ്ടാക്കി നിസ്കരിച്ചു, അവന്റെ നിസ്കാരം തന്നെയാണ് ശരി തന്നെയാണ്. അതുകൊണ്ടാണ് സുന്നത്ത് എന്ന് എന്താക്കിയത് പറഞ്ഞത്. ചില ആൾക്കാർ പറയും കുളിപ്പിച്ചവൻ കുളിക്കണം, മയ്യത്ത് വഹിച്ചവൻ ഒതുകൊടുക്കണം എന്നൊക്കെ ഉണ്ട്. സംഭവം ഉള്ള ഹദീസുകളിലൊക്കെ എന്തുണ്ട്, ചില ലൊഫുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഏനെ ആ